السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഒന്നാമത്തെ ചോദ്യകർത്താവിൻ്റെ ചോദ്യം ജുമുഅ ഖുത്ബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ ബഹുമാന്യനായ മുനീർ നിജാത്തി ഗൂഡല്ലൂര് സൂചിപ്പിച്ച പോലെ ഈ പ്രദേശത്തുകാർക്ക് മുൻഗണന കൊടുത്തുകൊണ്ടാണ് നാം ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പക്ഷെ ഗൂഡല്ലൂരിൽ അല്ലെങ്കിൽ എരുമാട് പ്രദേശത്തെ മുഖാമുഖത്തിലും ചോദ്യം ചോദിക്കാൻ വേണ്ടി ഒരു സംഘം മുസ്ലിയാക്കന്മാർ കോഴിക്കോട് നിന്ന് വണ്ടി കയറേണ്ടി വന്നു എന്നുള്ളത് ഏതായിരുന്നാലും നമ്മൾ ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. ആര് ചോദിച്ചാലും ചോദ്യങ്ങളായാലും മതി, വിരോധമൊന്നുമില്ല. ഏതായിരുന്നാലും ജുമുഅ ഖുത്ബയുടെ ഭാഷയുടെ വിഷയം ചോദ്യകർത്താവ് പറഞ്ഞു, അറബിയല്ലാത്ത ഭാഷയിലുള്ള ഖുത്ബ ബിദ്അത്താണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതല്ല, അത് തെളിവുണ്ട് എന്ന് മുജാഹിദുകൾ പറയുന്നു. എങ്കിൽ അങ്ങനെ ഒരു തെളിവ് അല്ലെങ്കിൽ ഇജ്മാ ഉണ്ട് എന്നാണെങ്കിൽ അങ്ങനെ ഉണ്ടോ, എന്താണ് വസ്തുത എന്നതാണ് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചോദ്യത്തിൽ വന്ന പരാമർശം തന്നെ അബദ്ധമായ ഒരു ധാരണയിൽ നിന്നാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിക്കുന്നത് ബിദ്അത്താണ് എന്ന് നിങ്ങളെപ്പോലുള്ള മുസ്ലിയാക്കന്മാർ പറയുന്നു എന്നല്ലാതെ, അത് ഈ ആളുകൾ കേട്ട് വിശ്വസിക്കുന്നുവെന്നല്ലാതെ, അഹ്ലുസുന്നയുടെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഖുത്ബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അറബിയല്ലാത്ത ഭാഷയിലുള്ള ഖുത്ബ ബിദ്അത്താണ് എന്ന ഒരു പരാമർശം അന്വേഷിച്ചിടത്തോളം കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു അഅലം. എല്ലാ കിതാബും നോക്കിയെന്നല്ല അവകാശപ്പെടുന്നത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ സഹോദരൻ അടുത്തൊരു സമയത്തെങ്കിലും അങ്ങനെ ആ പറഞ്ഞതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ, അതെവിടെയും കണ്ടിട്ടാണോ പറഞ്ഞത്, ബിദ്അത്ത് എന്ന പദപ്രയോഗം ജുമുഅ ഖുത്ബ അറബിയല്ലാത്ത ഭാഷ നിർവഹിക്കുമ്പോൾ അത് ബിദ്അത്താണ് എന്ന പരാമർശം അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഇമാമിങ്ങൾ ആരെങ്കിലും രേഖപ്പെടുത്തിയതായി എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഉണ്ടെങ്കിൽ സൂചിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്കതും അന്വേഷിക്കാവുന്നതാണ്. ഏതായിരുന്നാലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുത്ബ, പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബ കിറാമിന്റെ ഖുത്ബ, ആ ഖുത്ബ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് വളരെ വ്യക്തമായി ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കുന്നു, കാന ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബതാനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്. ഇതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുത്ബയുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളിൽ ഏറ്റവും അടിസ്ഥാനമായി പണ്ഡിതന്മാർ സ്വീകരിച്ച ഹദീസ് തന്നെ. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിലാണ് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. കാന ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബതാനി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ട് ഖുത്ബയാണ് ഉണ്ടായിരുന്നത്. യജ്ലിസു ബൈനഹുമാ, ആ രണ്ട് ഖുത്ബകൾക്കിടയിൽ പ്രവാചകർ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ആ ഖുത്ബയിൽ പ്രവാചകൻ ചെയ്തിരുന്ന ദൗത്യം എന്തായിരുന്നു? യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബയിൽ ചെയ്യാറുള്ളത് യഖറഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യും, വയുദക്കിറുൻ നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അതാണ് ഖുത്ബയിൽ ഉണ്ടാകേണ്ടത്. അത് ഏത് ഭാഷയായാലും വിരോധമില്ല. അറബിയോ ഇംഗ്ലീഷോ മലയാളോ ഹിന്ദിയോ ഉറുദോ തമിഴോ ഏതോ ആകട്ടെ, ലോകത്ത് പല രാജ്യങ്ങളിൽ പല ഭാഷകളിൽ ഖുത്ബകൾ നടക്കുന്നുണ്ട്. ഇനി അതല്ല, എല്ലാവരും അറബി അറിയുന്നവരാണ്, അറബിയിൽ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ആ ഉത്ബോധനം കിട്ടുമെന്നാണെങ്കിൽ അറബിയിൽ പറഞ്ഞുകൂടാ എന്നൊരു വാശിയും മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുത്ബയിൽ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ, യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്നതാണ് ഖുത്ബയിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ ഖുർആൻ പാരായണം ഖുത്ബയിൽ ഉണ്ടാകണം. അത് പ്രകാരമുള്ള തദ്കീർ, വഅദ്, ഉപദേശം, ഉത്ബോധനം അതുണ്ടാവുകയും വേണം. അത് ഈ ഹദീസിൽ നിന്ന്
ഒട്ടുമിക്ക പണ്ഡിതന്മാരും തെളിവ് പിടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയവുമില്ല. ഖുതുബയിൽ വഅദ് വേണമെന്ന് ശാഫി മദ്ഹബിൽ പോലും തെളിവായി സ്വീകരിച്ചത് ഈ ഹദീസിൽ നിന്നാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭാഷ എന്നതിനപ്പുറത്ത് ഈ രണ്ട് ദൗത്യങ്ങൾ ആ ഖുതുബയിലൂടെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അഥവാ യഖറഉൽ ഖുർആൻ വയദക്കിറുൻ നാസ്, ഖുർആൻ പാരായണം ചെയ്യുക, വയദക്കിറുൻ നാസ് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. അത് ഖുതുബയിൽ നടക്കണം. അത് ഏതു ഭാഷയിലാണോ അവിടെ നടക്കാൻ പര്യാപ്തമായത് ആ ഭാഷ സ്വീകരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. ചോദ്യകർത്താവിന് തിരിച്ച് കൂടുതലായി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇൻഷാ അല്ലാഹ് അപ്പോൾ വിശദീകരിക്കാം. ഞാന് പിന്നെ ഇൽമ എവിടെ പോയി തേടണം നമ്മളൊക്കെ പഠിച്ചത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ എവിടെ പരിപാടി വെച്ചാൽ അവിടെ വെച്ച് ഇൽമ തേടാന്ന് വെച്ചിട്ട് നമ്മൾ വന്ന് ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്ത ഇൽമ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലോ സംഗതി ആദിയായി മുഹാലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഉണ്ടാവാലോ. അതുകൊണ്ടാണ്. പിന്നെ ഞാനിപ്പോൾ ചോദിച്ചത് എന്താണെന്ന് നിങ്ങളെല്ലാവരും കേട്ടില്ലേ? ഞാനിപ്പോൾ ഖുതുബക്ക് എന്താണ് ഖുർആനിന് തെളിവ് ഹദീസിന് തെളിവ് അതൊന്നും ഞാനിപ്പോൾ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് നിങ്ങളെ പേജുകളിലൊക്കെ നിങ്ങൾ പുസ്തകങ്ങളിലൊക്കെ എഴുതുന്നതാണ് ഇജ്മാ ഉണ്ട്. ആ ഇജ്മാ ഉണ്ടോ ഇല്ല, അങ്ങനെ ഞാൻ ചോദ്യം അവസാനിപ്പിച്ചത്. ഇജ്മാ ഉണ്ടോ ഇല്ലേ എന്നാ ഞാൻ ചോദിച്ചത്. നല്ല മനസ്സോടെ ചോദിച്ചത്. കാരണം ഇങ്ങനെ ഒരു ഇജ്മാ ഒക്കെ ഉണ്ടെങ്കിൽ ഹർഖുൽ ഇജ്മാ ഹറാം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അൽ ഇജ്മാ മുഖദ്ദമുൻ അല നസ്സീന നമ്മൾ ജമുൽ ജവാമിയിലൊക്കെ ഓതിയിട്ടുള്ളത്. അത്രക്കും വലിയൊരു ഇജ്മാ എന്നുള്ള തെളിവ് ഇതിലുണ്ടെങ്കിൽ എന്നാ പിന്നെ ഇത് എന്തായാലും നമ്മൾ എതിർക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു ഇജ്മാ ഉണ്ടോ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഇവിടെ എഴുതിച്ചത് ഇജ്മാ ഉണ്ട് എന്ന് മുജാഹിദ് പ്രസ്ഥാനം എഴുതി എവിടെയാണ്? ഇങ്ങനെ നിങ്ങൾ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ഇല്ലാന്ന് നിങ്ങൾ പറയണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അറിയിക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏത് പുസ്തകത്തിലാണ് അങ്ങനെ ഇജ്മാ ഉണ്ടെന്ന് എഴുതിച്ചത്? അല്ല, അദ്ദേഹം പറയട്ടെ. വിജയിച്ച കക്ഷി എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ നിങ്ങൾ ഇജ്മാ ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഒന്ന് വായിക്കേ. പുസ്തകം എടുത്തിട്ട് തന്നെ വായിക്കാം. അതിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? വായിക്കേ. ഇല്ലേ? അറിയില്ല, നിങ്ങൾ വായിക്കും. നിങ്ങൾ വായിച്ചാളെ ഏതായാലും ഇൽമ തേടി വന്നാണല്ലോ. ഇതാണ് ആ ബുക്ക്. വായിക്കും. ആ ബുക്ക് അതാണ് നിങ്ങൾ വായിക്കേ. ഈ ബുക്ക് എന്ന് പറഞ്ഞാല് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ഇവരെ ഇപ്പോ എല്ലാ പുസ്തകമാണ്. അപ്പൊ ഇവര് നേരിട്ടുള്ള പുസ്തകമാണ്. ഇതില് പറയുകയാണ്, പ്രസിദ്ധ ഹനഫി പണ്ഡിതനായ അലാഉദ്ദീനുൽ ഖാസാനി മരണം ഹിജ്റ 587 തന്റെ ബദാഇഉസ് സ്വനാഇ എന്ന കിതാബിൽ പറഞ്ഞത് കാണുക. ഇദാ തശഹദ ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയത്തി ഔ അമ്മന ബിൽ ഫാരിസിയത്തി ഔ സമ്മഅ ഇൻദ ദബ്ഹി ബിൽ ഫാരിസിയത്തി ഔ ലബ്ബ ഇൻദൽ ഇഹ്റാമി ബിൽ ഫാരിസിയത്തി ഔ ബി അയ്യി ലിസാനിൻ കാന യജൂസു ബിൽ ഇജ്മാഇ എന്നൊരു ഇബാറത്ത് കൊടുത്ത് ഒരാൾ പാർസി ഭാഷയിൽ ഷഹാദത്ത് ചൊല്ലുകയോ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കുകയോ അതുമല്ലെങ്കിൽ പാർസിയിൽ ആമീൻ പറയുകയോ ഇഹ്റാമിൽ തൽബിയത്ത് ചൊല്ലുകയോ അറവ് സമയത്ത് ബിസ്മി ചൊല്ലുകയോ ചെയ്താൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്നാണ് ഇതിലുള്ളത്, മറ്റേതെങ്കിലും എന്നായിരിക്കും ഭാഷയിൽ അവ നിർവഹിച്ചാൽ അത് ഇജ്മാ അനുസരിച്ച് തന്നെ അനുവദനീയമാണ്. ഇങ്ങനെ ഒരു ഇബാറത്ത് ഈ പറയുന്ന കിതാബിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ തയ്യാറുണ്ടോ? ഞാൻ നല്ല മനസ്സോടെ ചോദിക്കാണ്. ഇങ്ങനെ ഒരു ഇബാറത്ത് ഈ ബദാഇഉസ് സ്വനാഇ എന്ന് പറഞ്ഞ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. ബദാഇഉസ് സ്വനാഇയിൽ ഖാസാനി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. പിന്നെന്താ, ഇമാം ഖാസാനി കിതാബ് കൊണ്ടുവന്നോളി, അത് കാണിച്ചു തരാം. അത്രയുള്ളൂ. അത് ഉറപ്പല്ലേ? ഉണ്ട്. ഞങ്ങൾ കിതാബ് കൊണ്ടേ നിങ്ങൾ ബദാഇഉസ് സ്വനാഇ എടുത്തോളി, ഞാൻ കാണിച്ചു തരാം. ബദാഇഉസ് സ്വനാഇ എന്ന കിതാബ് നിങ്ങൾ കൊണ്ടുവന്നോളി, അത് കാണിച്ചു തരാം. ഒരു സംശയമില്ല. ആ കാണിച്ചു തരുന്നത് എന്താ ബേജാറ്? നിങ്ങൾ കിതാബ് കൊണ്ടുവന്നോളി, നിങ്ങൾ എന്തിനാ ബേജാറാണ്? ബദാഇഉസ് സ്വനാഇ എന്ന കിതാബിൽ ഇമാം ഖാസാനി പറഞ്ഞത് കാണിച്ചു തരാം. മുസ്ലിം നിർത്തിക്ക. ആ പണിയൊക്കെ ഇവിടെ അറിയാം. ഇൽമ തേടി വന്നതാണെങ്കിൽ ഇതല്ല പണി. ആയിക്കോട്ടെ, നിങ്ങൾ കിതാബ് കൊണ്ടുവരില്ലേ? നിങ്ങൾ ആ കിതാബ് കൊണ്ട് കാണിച്ചു തരാം. നിങ്ങൾ ഖാസാനിയുടെ ബദാഇഉസ് സ്വനാഇ കൊണ്ടുവരുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരാം. അതല്ലേ നിങ്ങൾ അഡ്രസ്സും കൂടി നിങ്ങൾ കിതാബ് കൊണ്ട് അത് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? മുസ്ലിം നിർത്തിക്കാളി, അതൊക്കെ നിർത്തിക്കാളി. ശരി. ആയിക്കോട്ടെ, എന്തിനാ മുസ്ലിം ഇതൊക്കെ? എന്തിനാ ഈ ഒച്ചപ്പാടൊക്കെ? നിങ്ങൾ ഉള്ളത് പറഞ്ഞോളി. എന്നാ വായിച്ചോളി നിങ്ങൾ. അല്ലാഹു അക്ബർ തന്നെയാണ്, സംശയമൊന്നുമില്ല. അല്ലാഹു അക്ബർ തന്നെയാണ്.
മുസ്ലിദ്ദീനാണ് കോഴിക്കോട് നിന്ന് കയറിയത് അല്ലേ? ഈ പണിക്കാള് കോഴിക്കോട് നിന്ന് പണ്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് അതൊക്കെ അറിയാം. നിങ്ങൾ എലുമ്പ് തേടി വരികയാണോ ഒലുമ്പ് തേടി വരികയാണോ എല്ലാവർക്കും അറിയാം. ഈ ഏർപ്പാനാള് കോഴിക്കോട് നിന്ന് കയറിയത് അതൊക്കെ പറയും, അതൊക്കെ പറയേണ്ടി വരും, അതൊക്കെ പറയണ്ടേ. നിങ്ങൾ നിർത്തിക്കാളി, നിങ്ങൾ ഇരുന്നോളി. നിങ്ങൾ കോട്ടിട്ടുകൊണ്ട് ആളെ തിരിയാക്കൊന്നുമില്ല, അവിടെ നിർത്തിക്കാളി. അവിടെ ആ വക പണി ആവശ്യമില്ല. മാന്യമായി ന്യായമായി ചോദിച്ചോളി, അതല്ലേ പറയാനുള്ളത്. അതുകൊണ്ട് ആ വക തട്ടിപ്പ് നിർത്തുക. നിങ്ങൾ വിചാരിച്ചെന്താ തൽക്കാലം ചോദിച്ചു ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി ഇതൊന്നും മര്യാദക്ക് നടക്കാൻ പാടില്ല എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത്. ആ വക പണി നടക്കൂല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടെങ്കിലുള്ളത് എഴുതിയിട്ടുള്ളൂ, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറുതെ എഴുതി പഠിപ്പിക്കുന്ന ആ ശൈലി ഞങ്ങൾക്ക് ഏതായാലും ഇല്ല എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഞാൻ ഉണ്ടെങ്കിൽ വായിച്ചോളി, വേണ്ടെങ്കിൽ വായിച്ചോളി. നിങ്ങൾ നിർത്തുമ്പോ ചോദിച്ചു പോകാനല്ലേ, നിങ്ങൾ ഇന്നോളി. നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട, നിങ്ങൾക്ക് ബേജാറ് എന്തിനാന്ന്. സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇരിക്കി, എല്ലാവരും ഇരിക്കി. നമ്മുടെ പ്രവർത്തകരും മറ്റുള്ളവരെല്ലാവരും ഇരിക്കി, എല്ലാവരും ഇരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു നസീഹത്തിന്റെ വേദിയാണ്, ദീന് ചർച്ച ചെയ്യുന്ന വേദിയാണ്. നിങ്ങൾക്ക് ചോദ്യകർത്താവിന്റെ മുന്നിൽ പറയുന്നത് കേൾക്കി. ചോദ്യകർത്താവിന്റെ മുന്നിൽ മൈക്ക് വെച്ചിട്ട് നമ്മുടെ പ്രവർത്തകൻ ഇരിക്കുന്നുണ്ട്. ചോദ്യകർത്താവിന്റെ കയ്യിൽ ഇപ്പൊ ലാപ്പുണ്ട്. വായിക്കാനുള്ളത് അദ്ദേഹം വായിക്കട്ടെ, മറ്റുള്ളവരുടെ ശബ്ദം അടക്കട്ടെ. നിങ്ങൾ വായിച്ചോളി. മക്തബത്ത് ഷാമില ഉണ്ടല്ലോ, നിങ്ങൾ വായിക്കും. മക്തബത്ത് ഷാമിലയിൽ ഞാൻ കിതാബ് എടുത്തിട്ടുണ്ട്. ഈ കിതാബ് ഞാൻ വായിക്കല്ല, നിങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഇബാറത്തും ഈ ബദായുസനായി എന്ന് പറഞ്ഞ കിതാബിൽ നിങ്ങൾ കാണിച്ചു തരണം. കാരണം നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയതാണ്. ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. കിതാബ് ഞങ്ങൾ തരാം. നിങ്ങൾ പല സ്റ്റേജിൽ നിന്നും കിതാബ് ചോദിച്ചപ്പോൾ നിങ്ങൾ വിശ്വാസമില്ല, കിതാബ് തരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അത് പറയുന്നില്ല. ഞങ്ങൾ രണ്ടാൾക്കാർ വന്ന് കിതാബ് കാണിച്ചു തരും. നിങ്ങൾ അതിൽ നിന്ന് ഇബാറത്ത് ഒന്ന് വായിച്ചു തരണം. ഈ പുസ്തകത്തിൽ എഴുതിയ ഇബാറത്ത് നിങ്ങൾ വായിച്ചു തരണം. നിങ്ങളെ മക്തബത്ത് ഷാമില വായിച്ചോളി. വേണ്ട നിങ്ങളിപ്പോ എന്താ വായിക്കുന്നുണ്ടോ? മുസ്ലിങ്ങൾ വായിക്കി, നിങ്ങൾ വായിക്കി. അവിടെ മൂപ്പര് വായിക്കട്ടെ. വായിച്ചോളി. മക്തബത്ത് ഷാമില ഉണ്ടല്ലോ. ശരി കിട്ടിങ്ങ. ശരി, മുസ്ലിയുടെ കയ്യിൽ മക്തബത്ത് ഷാമില ഉണ്ട്. മുസ്ലിയുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്, ലാപ്ടോപ്പിൽ ആ കിതാബുണ്ട്. ശരി, ആ കിതാബ് വായിക്കി. ഞാൻ ചോദിക്കട്ടെ, ഈ പുസ്തകത്തിൽ കൊടുത്ത ഇബാറത്ത് മക്തബത്ത് ഷാമിലയിലെ ബദായുസനായിൽ ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ വായിക്കും? ഞാൻ വായിച്ചത് ഇതിലില്ല, പിന്നെ ഞാൻ എങ്ങനെ വായിക്കും? ഞാൻ വായിച്ചതാ. ഇതാണ് മക്തബത്ത് ഷാമില. അത് അവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. നമ്മളെ കോഴിക്കോട് നിന്ന് വണ്ടി കയറി ഇൽമു തേടി വന്ന മുസ്ലിയാരുടെ വാദം കിതാബിലില്ലാന്നാണ്. ഞങ്ങൾ ഇറക്കിയ പുസ്തകം അത് ഇൽമു തേടി വാങ്ങിയൊക്കെ ഉണ്ടാവും. ഇതാണ് നിങ്ങൾ പറഞ്ഞ ബുക്ക് വിജയിച്ച കക്ഷി എന്ന ബുക്ക് ഇതാണല്ലോ. തന്നെ ആയിക്കോട്ടെ, അതൊക്കെ നല്ല ഇന്ന് വായിച്ചോക്കെ നല്ല. അതൊക്കെ ഈ ബുക്കില് 92-ാമത്തെ പേജ് അതിൽ കൊടുത്ത വാചകമാണ് നിങ്ങൾ ഞാൻ ആദ്യം ബുക്കിൽ നിന്ന് വായിക്കാം, പിന്നെ മക്തബത്ത് ഷാമിലയിൽ നിന്ന് വായിക്കാം. ഈ കിതാബിൽ പറയാം, ഇദാ തശഹദ ഔ ഖതബ യൗമൽ ജുമുഅതി ബിൽ ഫാരിസിയതി ഔ അമ്മന ബിൽ ഫാരിസിയതി. ഇതിലുള്ള വായിക്കും. നിങ്ങൾ ചാടല്ലേ, എന്താപ്പത് ഇങ്ങനെ ഇരുമ്പ് തേടി വരല്? ഔ അമ്മന ബിൽ ഫാരിസിയതി ഔ സമ്മാ ഇൻദ ദബ്ഹി ബിൽ ഫാരിസിയ ഔ ലബ്ബ ഇൻദ ഇഹ്റാം ബിൽ ഫാരിസിയ ഔ ബി അയ്യി ലിസാനിൻ കാന യജൂസു ബിൽ ഇജ്മാഇ. ഇതാണ് ഈ ബുക്കിൽ കൊടുത്ത വാചകം. ഞാൻ അർത്ഥം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ അല്ലാത്തവരും ഉണ്ടല്ലോ ഇവിടെ, നിങ്ങൾക്ക് മാത്രം തിന്നാ പോരല്ലോ. ഇദാ തശഹദ, ഒരാള് തശഹുദ് നിർവഹിച്ചാൽ അല്ലെങ്കിൽ ഷഹാദത്ത് നിർവഹിച്ചാൽ, ഔ ഖതബ അല്ലെങ്കിൽ ഖുത്ബ നിർവഹിച്ചാൽ, യൗമൽ ജുമുഅത്തി വെള്ളിയാഴ്ച ദിവസം, ബിൽ ഫാരിസിയ പേർഷ്യൻ ഭാഷയിൽ, ഔ അമ്മന ബിൽ ഫാരിസിയ അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷയിൽ ആമീൻ പറഞ്ഞാൽ, ഔ സമ്മാ ഇൻദ ദബ്ഹി ബിൽ ഫാരിസിയ അല്ലെങ്കിൽ മൃഗത്തിന് അറുക്കുമ്പോൾ പേർഷ്യൻ ഭാഷയിൽ ബിസ്മി ചൊല്ലിയാൽ, ഔ ലബ്ബ ഇൻദൽ ഇഹ്റാമി ബിൽ ഫാരിസിയ അല്ലെങ്കിൽ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം നിർവഹിക്കുമ്പോൾ പേർഷ്യൻ ഭാഷയിൽ തൽബിയത്ത് ചൊല്ലിയാൽ, ഔ ബി അയ്യി ലിസാനിൻ കാന അതല്ലെങ്കിൽ മറ്റേതു ഭാഷയിലായാലും ശരി, യജൂസു അത് അനുവദനീയമാകും, ബിൽ ഇജ്മാഇ ഇജ്മാഉ പ്രകാരം. അതാണ് ഈ പുസ്തകത്തിൽ കൊടുത്തത്. ഇനി കിതാബ് എന്ന് വായിക്കാം.
ഇലാ തശഹദ, ഇവിടെ തുടങ്ങിയ തന്നെ ഇലാ തശഹദ, ഔ ഖതബ, അല്ലെങ്കിൽ ഖുതുബ നിർവഹിച്ചാൽ, യൗമൽ ജുമുഅത്തി, ജുമുഅ ദിവസം, ബിൽ ഫാരിസിയ, പേർഷ്യൻ ഭാഷയിൽ, വലൗ അമ്മന ബിൽ ഫാരിസിയ. ഈ ബുക്കിൽ ഇപ്പൊ ഔ അമ്മന ആയിട്ടുണ്ട്, ഇതിന് വലൗ ആയിട്ടുണ്ട്. അർത്ഥം മാറുന്നില്ലല്ലോ. ഇതിനെന്താ ആയിക്കോട്ടെ, കുഴപ്പമില്ല. വലൗ അമ്മന, ഇനി ആമീൻ ചൊല്ലിയാലും, ആമീൻ ചൊല്ലിയാലും അതിനെ മാറുക. ഇത് പ്രകാരം എന്താണ്? ഔ അമ്മന, അല്ലെങ്കിൽ മുസ്തിയാരെ ഒന്ന് കേൾക്ക് മുസ്തിയാരെ. ഇതിന് പറഞ്ഞ എന്താ? ഔ അമ്മന, അല്ലെങ്കിൽ ആമീൻ പറഞ്ഞാൽ. ഇതിനുള്ളത് വലൗ അമ്മന, ആമീൻ പറഞ്ഞാലും. അതല്ലുള്ളത്. അതുകൊണ്ട് ഖുത്ബ പോകണില്ലല്ലോ. എന്നിട്ട് ഔ സമ്മ, ഔ സമ്മാൻ, അല്ലെങ്കിൽ ബിസ്മി ചൊല്ലി, ഇൻദ ദബ്ഹി, അറുക്കുന്ന സമയത്ത്, ബിൽ ഫാരിസിയ, പേർഷ്യൻ ഭാഷയിൽ, ഔ ലബ്ബ, അല്ലെങ്കിൽ തൽബിയത്ത് ചൊല്ലി, ഇൻദൽ ഇഹ്റാമി, ഇഹ്റാമിന്റെ സമയത്ത്, ബിൽ ഫാരിസിയ, പേർഷ്യൻ ഭാഷയിൽ, ഔ ബി അയ്യി ലിസാനിൻ കാന, അല്ലെങ്കിൽ ഏതു ഭാഷയിലായാലും ശരി, യജൂസു, അനുവദനീയമാണ്, ബിൽ ഇജ്മാഇ, ഇജ്മാഅ് പ്രകാരം. ഇതിനുശേഷം ബിൽ ഫാരിസിയ, പേർഷ്യൻ ഭാഷയിൽ ബാങ്ക് വിളിച്ചാൽ എന്നുകൂടി ശേഷം പറയുന്നു. അപ്പൊ ഏതായിരുന്നാലും ഇബാറത്ത് കിതാബിലുണ്ട്. ഈ ബുക്കിൽ വന്നപ്പോ വലൗ എന്ന സ്ഥലത്ത് ഔ ആയിട്ടുണ്ട്. അത് ശരിയാ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലാഹു നമുക്കറിയില്ല. ഇതല്ലാത്ത വേറെ പുസ്തകമല്ലോ, ഖുതുബിന്റെ വിഷയമുണ്ട്. അപ്പൊ ഏതായിരുന്നാലും എന്തായി? തശഹുദു ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയ, പേർഷ്യൻ ഭാഷയിൽ വെള്ളിയാഴ്ച ദിവസം ഖുത്ബ നിർവഹിച്ചാൽ എന്നാണ്. ഇനി വലൗ അമ്മന, ആമീൻ പറഞ്ഞാലും ശരി. അപ്പൊ ഏതാണ്? എന്ത് കിട്ടി? കിതാബിലുള്ളത് ഇതിലേക്ക് വന്നപ്പോ ഏതോ ഒരു പ്രിന്റിംഗുകാരന്റെ പ്രസ്സുകാരന്റെയോ ഒരു അബദ്ധം കൊണ്ട് വലൗ എന്നുള്ളത് ആവുന്നായിട്ടുണ്ട്. അതല്ലേ പ്രശ്നമുള്ളൂ. ഇവിടെ എന്താ വിഷയം? നമുക്ക് ഇതന്നെ കിട്ടേണ്ടത് ഈ സൈസ് തന്നെ. എല്ലാവരും ശ്രദ്ധിക്കും. ശരി, ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചോളി. നിങ്ങൾക്ക് മൈക്ക് തരാം, നിങ്ങൾക്ക് കൈയിട്ട് മൈക്കാണ്ട് തരാം. ഏയ് മുസ്യാരെ നിങ്ങൾക്ക് മൈക്കാണ്ട് തരാം. നിങ്ങൾ പറഞ്ഞോളി, അത് കഴിഞ്ഞിട്ട് പറഞ്ഞോളി. നിങ്ങൾക്ക് മൈക്കാണ്ട് തരാന്ന്, നിങ്ങൾ എന്താ ബേജാറാണ്? ഇത് കഴിഞ്ഞിട്ട് മൈക്കരാ, നിങ്ങൾ അപ്പൊ പറഞ്ഞോളി. അപ്പൊ യഥാർത്ഥത്തില് ഇമാം കാസാനിയുടെ ചർച്ച എന്താ അറിയോ? വിശുദ്ധ ഖുർആൻ പാരായണം മുതൽ ഇങ്ങോട്ട് ഓരോ വിഷയവും അറബി ഭാഷയിൽ തന്നെ വേണോ, അതല്ല അല്ലാത്ത ഭാഷ പറ്റുമോ? അതാണ് അവിടുത്തെ ചർച്ച. അപ്പൊ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അറബി ഭാഷ അല്ലാതെ മറ്റൊരു ഭാഷയിൽ ഓതിയാൽ അവിടെ ഖിറാഅത്തായി പരിഗണിക്കുമോ? അതിൽ വന്ന ഖിലാഫ് ആദ്യം പറഞ്ഞു. അവിടെ പരിഗണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞവരും പറ്റില്ലെന്ന് പറഞ്ഞവരും, പറ്റില്ല എന്ന് പറഞ്ഞവർ അത് ന്യായവും മേലെ പറഞ്ഞു. അതെന്താ? അറബി ഭാഷയിലാകുമ്പോഴേ ഇർജാസ് ഉണ്ടാവുകയുള്ളൂ, അമാനുഷ്യത ഉണ്ടാവുകയുള്ളൂ. മറ്റ് ഭാഷയിലാകുമ്പോൾ അമാനുഷ്യത ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ലക്ഷ്യം നേടുകയില്ല. എന്നാൽ തിരിച്ചുള്ള പറഞ്ഞു, അത് എന്നാലും പ്രശ്നമില്ല, കാരണം ഓതാനാണല്ലോ കൽപ്പനയുള്ളത്, ഇർജാസ് ഉള്ളത് ഓതണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ചെറിയ രൂപത്തിലൊക്കെയാണെങ്കിൽ മറ്റു ഭാഷയിലെ ഖിറാഅത്ത് പോലും അനുവദനീയമാണ് എന്ന് പറഞ്ഞവർ പറഞ്ഞു. ആ ഖിലാഫ് പറഞ്ഞിട്ട് പിന്നെ പറയാ വഅലാ ഹാദൽ ഖിലാഫി വലൗ തശഹദ എന്ന് തുടങ്ങുന്നതിന് മുമ്പത്തെ വാചകം അതാണ്. പറയേണ്ട ആവശ്യമില്ല, അതിന് മുമ്പത്തില്ലല്ലോ. അതിന്റെ ബാക്കില് 4-5 വാള്യം പാറുണ്ട്. അതിനു മുമ്പ് 4-5 വാള്യം പാറുണ്ട്, അതൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തൊട്ട് മുമ്പ് പറഞ്ഞ വാചകം അതാണ്. വഅലാ ഹാദൽ ഖിലാഫി, ഈ ഖിലാഫ് പ്രകാരം. ഏത് ഖിലാഫ്? ഖുർആനോത്തിൽ പറഞ്ഞ ഈ ഖിലാഫ്. ഈ ഖുർആനിൽ പറഞ്ഞ തൗറാത്ത് ഇൻജീൽ പോലുള്ളതിൽ നിന്ന് തഹരീഫ് ചെയ്യപ്പെട്ടതല്ല, മാറ്റി തിരുത്തപ്പെട്ടതല്ല എന്ന് ബോധ്യമുള്ള സംഗതി ഓതുന്നതിനെ പറ്റി നമ്മൾ ചർച്ചയും പറഞ്ഞു. എന്നിട്ട് പറയാം ഈ ഖിലാഫ് പ്രകാരം ലൗ തശഹദ ഔ ഖതബ യൗമൽ ജുമുഅ, തശഹുദോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഖുത്ബയോ ഒരാൾ നിർവഹിച്ചാൽ, വലൗ അമ്മന, ഇനി ആമീൻ പറഞ്ഞാലും, ഏതില്? ബിൽ ഫാരിസിയ, പേർഷ്യൻ കിതാബുള്ളത്. കിതാബുള്ളത് ഇപ്പൊ ബേജാറുണ്ടല്ലേ? ശരി. വലൗ അമ്മന ബിൽ ഫാരിസിയ, പേർഷ്യൻ ഭാഷയിൽ ആമീൻ പറഞ്ഞാലും, ഔ സമ്മ ഇൻദ ദബ്ഹി ബിൽ ഫാരിസിയ, അല്ലെങ്കിൽ അറുക്കുന്ന സമയത്ത് പേർഷ്യൻ ഭാഷയിൽ ബിസ്മി ചൊല്ലിയാലും ശരി. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാ, ഇതൊക്കെയാണെങ്കിലും ഔ ബി അയ്യി ലിസാനിൻ കാന, പേർഷ്യൻ ഭാഷ തന്നെ ആകണമെന്നില്ല. ഔ ബി അയ്യി ലിസാനിൻ കാന, അല്ലെങ്കിൽ ഏതു ഭാഷയായാലും ശരി. മലയാളവും പറ്റും, ഇംഗ്ലീഷും പറ്റും, ഈ കാന്തപുരത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ചെയ്യുന്നതുമായ ഉറുദുവിലും പറ്റും. ഏത് നടത്തിയാലും ശരി, ഏതു ഭാഷയാണെങ്കിലും ശരി, യജൂസു ബിൽ ഇജ്മാഇ, ഇജ്മാഉ പ്രകാരം അത് അനുവദനീയമാകും.
എന്ന് ബദാഇഉസ്സനാഇയിൽ ഇമാം കാസാനി രേഖപ്പെടുത്തിയത് അത് അങ്ങനെ തന്നെ എടുത്തു കൊടുത്തു. അത് ഇനി പ്രിന്റിംഗിൽ വലൗ എന്ന സ്ഥലത്ത് ഔ എന്നായിട്ടുണ്ട്. അത് നമുക്ക് തിരുത്തേണ്ടതാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒരു സംശയമില്ല, അതൊരു സംശയമില്ല. പക്ഷെ അതുകൊണ്ട് എന്ത് കിട്ടുന്നില്ല? അൽഹംദുലില്ലാഹ് നല്ല കാര്യമാണ്, നല്ല കാര്യം. പക്ഷെ അതുകൊണ്ട് എന്ത് കിട്ടുന്നില്ല? അതുകൊണ്ട് വലൗ ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയ എന്ന വാചകം ഉണ്ടല്ലോ. ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയ, വെള്ളിയാഴ്ച ദിവസം പേർഷ്യൻ ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചാൽ എന്ന് പ്രത്യേകം പറഞ്ഞല്ലോ. അപ്പോൾ പേർഷ്യൻ ഭാഷയിൽ ഖുത്ബ നിർവഹിക്കാന്ന് കിട്ടി, പേർഷ്യൻ ഭാഷയിൽ തശഹുദ് പറ്റുന്ന കിട്ടി, പേർഷ്യൻ ഭാഷയിൽ ബിസ്മി ചൊല്ലാന്ന് കിട്ടി, പേർഷ്യൻ ഭാഷയിൽ അറക്കുന്ന സമയത്ത് തസ്മീത്ത് പറ്റുമെന്ന് കിട്ടി. ഇനി പേർഷ്യൻ ആകണമെന്നില്ല. ഔ ബി അയ്യി ലിസാനിൻ കാൻ, മറ്റേത് ഭാഷയാണെങ്കിലും ശരി, യജൂസു ബിൽ ഇജ്മാഅ്, ഇജ്മാഅ് പ്രകാരം അത് ജായിസാണ്. നിങ്ങൾ പറഞ്ഞോളൂ, ഇനി മുസ്ലിം പറയട്ടെ. സഹോദരങ്ങളെ, ഒരു മിനിറ്റ്. നമ്മളൊക്കെ അറബി കോളേജ് പഠിച്ചതും സ്കൂളിലൊക്കെ പഠിച്ചതും മാന്യത പുലർത്താനാണ്. അത് ഒരു മിനിറ്റ്, അതെല്ലാം പാലിച്ചുകൊണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇതാ ഇവിടെ ഈ നാട്ടിലെ ഒരു പ്രവർത്തകൻ 2 ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിലെ ഒരു പ്രവർത്തകൻ 2 ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ശേഷം മറ്റുള്ളവരുടെ ചോദ്യമാണ് പരിഗണിക്കുക. പൂർത്തിയാക്കും, വിഷയങ്ങളെ പൂർത്തിയാക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ നാട്ടിലുള്ള വ്യക്തികളുടെ, ഈ നാട്ടിലുള്ള പ്രവർത്തകരുടെ ചോദ്യത്തിനാണ് മുൻഗണന എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ മാന്യതയോടെ ഉസ്താദുമാരിരിക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഇരുന്നിട്ട് ഇതാ ഈ നാട്ടിലെ ഒരു സഹോദരൻ ചോദ്യം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യത്തെ പരിഗണിക്കുകയാണ്. അദ്ദേഹം ഒരു ചോദ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താ ഉസ്താദുമാർക്ക് ഇത്ര ബേജാറ്? ഒന്നിരുന്നിട്ട് ഇരിക്കട്ടെ. നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്? ഉസ്താദുമാരെന്തിനാ ബേജാറാകുന്നത്? ഇല്ലല്ലോ, എന്നാ ഇരിക്കി. ബേജാറില്ലെങ്കിൽ ഇരിക്കി. ഈ നാട്ടിലെ സഹോദരന്റെ ചോദ്യം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിട്ടുതരാം. അദ്ദേഹം പറയട്ടെ, വേണ്ട എന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം വളരെ മാന്യതയോടെ ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞ്, വളരെ നസീഹത്തോടു കൂടി ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞു വന്ന വ്യക്തിയോട് നിങ്ങൾ കാണിക്കുന്ന നിലപാട് ഇതാണോ ഉസ്താദുമാരെ? നിങ്ങൾ അറബി കോളേജുകളിൽ നിന്ന് പഠിപ്പിച്ചത് ഇതാണോ? നിങ്ങൾ കൃത്യമായി തിരിച്ചറിയൂ പ്രവർത്തകരെ, നാട്ടിലെ സഹോദരങ്ങളെ. ഇതാണ് ഉസ്താദുമാർ. രേഖപ്പെടുത്തിക്കോളൂ. നിങ്ങളുടെ ഉസ്താദുമാരെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിക്കോ, കൃത്യമായി രേഖപ്പെടുത്തിക്കോ. സഹോദരന്മാരെ, ഒരു നാട്ടിലെ സാധാരണക്കാരനായ ഒരു പ്രവർത്തകൻ, സാധാരണക്കാരനായ ഒരു പാവം മനുഷ്യൻ ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ട് വേണ്ടെന്ന് വെക്കുകയാണോ നിങ്ങൾ? ഞാനിവിടെ ഈ പ്രദേശത്തെ അടുത്ത പ്രദേശമായ കോട്ടൂരാണ് എന്റെ സ്ഥലം. എന്റെ പേര് ഇസ്മായിൽ. അപ്പൊ എനിക്ക് അറിയേണ്ട 2 ചോദ്യമുണ്ട്. കാരണം പിന്നെ ഒരു ചോദ്യത്തിന് പറയാൻ ടൈമില്ലാത്തതുകൊണ്ട് 2 ചോദ്യങ്ങളാണ്. ഒന്ന് സ്ത്രീകളുടെ പള്ളിപ്രവേശത്തെ കുറിച്ചാണ്. സ്ത്രീകളുടെ പള്ളിപ്രവേശത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ ഉസ്താദ് പറഞ്ഞത് സ്ത്രീകൾക്ക് പള്ളി എന്ത് മാന്യതയാണിത്? ഒരു വ്യക്തിയെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത മാന്യതയോ? പ്രിയമുള്ള സഹോദരന്മാരെ, ഇതാ രാജ്യത്തെ ഇമാമ് നിൽക്കുന്നവരും കുട്ടികളെ പഠിപ്പിക്കുന്നവരും വയത് പറയുന്ന ആളുകളുടെ സംസ്കാരമാണ് ഈ കാണിക്കുന്നത്. മാന്യമായി ഇവിടെ സംഘടിപ്പിച്ച സദസ്സിൽ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ട് ഇന്നേ വരെ ഇവർ വരുന്നത് വരെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. അറിയാൻ വന്നവരും അറിയിക്കാൻ വന്നവരുമാണെങ്കിൽ അത് കേൾക്കുകയും കേൾക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയുമാണ് ചെയ്യേണ്ടത്. രാജ്യത്തെ റൗഡികളെ പോലും മറികടക്കുന്ന തരത്തിലുള്ള ഈ പെരുമാറ്റം അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ നാട്ടുകാരാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങൾ ചോറ് കൊടുക്കുന്ന ആളുകൾ, നിങ്ങൾ വളർത്തി നിൽക്കുന്ന ആളുകൾ, ഇവർ കാണിക്കുന്ന സംസ്കാരം ഏറ്റവും ദുഷിച്ച സംസ്കാരം. ഇതാണോ രാജ്യത്ത്, ഇവരാണോ ഇസ്ലാമിയത്ത് നടപ്പാക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതാണ്. തക്ബീർ മനുഷ്യനിൽ കൂക്കാനുള്ളതാണോ, അല്ലെങ്കിൽ ഇവിടെ മാന്യമായ പെരുമാറ്റത്തിന് ഇവരാണോ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്? ജനങ്ങൾ ഇവരെ പഠിപ്പിക്കേണ്ടുന്ന അവസ്ഥയാണല്ലോ ഉള്ളത്. ഇവർ മാന്യത പുലർത്തണം, അതാണ് പറയാനുള്ളത്. മുസ്ലിംമാർ മാന്യത പുലർത്തണം, തൂക്കി വിളിക്കുകയും ആർക്കുകയും ചെയ്യരുത്. നിങ്ങൾ ഓരോ ആളുകൾക്കും
ഓരോ ഉസ്താദിന്റെ മുന്നിലിരുന്ന് പഠിക്കുകയും സംശയം ചോദിക്കുകയും ചെയ്തു വന്ന അങ്ങനത്തെ ആളുകൾ അവരെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള കുഴപ്പമുണ്ടാക്കുന്ന ആളുകളല്ല നിങ്ങളാകേണ്ടത്. ഇവിടെ അള്ളാഹുവിന്റെ ദീന് ഹക്ക് എന്താണെന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ ശ്രമം നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ ഞങ്ങളത് സമ്മതിക്കും. അല്ല, അപ്പുറത്താണ് ശരി, ഞങ്ങളുടേതാണ് ശരിയെങ്കിൽ അത് ഈ രാജ്യത്തെ ജനങ്ങൾ വിധി എഴുതും. നിങ്ങളൊരു പക്ഷേ സമ്മതിച്ചില്ല എന്ന് വന്നേക്കാം. ഈ ദുഷിച്ച സ്വഭാവം നിങ്ങൾ നിർത്തണം. ഒച്ചപ്പാടുണ്ടാക്കുന്നതും തക്ബീർ ചൊല്ലി കൂക്കി വിളിക്കുന്നതും അത് അള്ളാഹുവിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കാനാണ് തക്ബീർ, അല്ലാതെ നിങ്ങൾക്ക് കൂക്കി വിളിക്കാനുള്ളതല്ല. കാടൻ സംസ്കാരമല്ല, നിങ്ങൾ ഇസ്ലാമിന്റെ സംസ്കാരം, മാന്യമായ സംസ്കാരം നിങ്ങളിൽ നിന്നുണ്ടാകണം. അതുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരിപാടി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അസ്സലാമു അലൈക്കും. ഞങ്ങളിവിടെ വന്ന് എന്താ അറിയോ, ഇവിടെ മുഖാമുഖം പരിപാടി എന്ന പരിപാടി ചോദ്യങ്ങൾ ചോദിക്കാനും മറുപടി കേൾക്കാനുമാണ്. ഞങ്ങൾ വിവരമില്ലാത്തവരാണ്. ഞങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുറുക്കം കൂകുലും ആര് കൂക്കി തന്ന കാര്യം ഞങ്ങൾക്ക് എന്താ മനസ്സിലാവുക? ഞങ്ങൾ ബാക്കിൽ കുറെ കൈകൾ ഇരിക്കുക. എന്തായാലും അർത്ഥമുള്ളത് ഇത് മനസ്സിലാകുന്ന രീതിയിൽ ചോദിക്കുക, അതിനനുസരിച്ച് മറുപടി പറഞ്ഞ് എല്ലാവരും ശാന്തനായിരുന്ന രസം ഇത് കേൾക്കാൻ. ഞങ്ങൾക്ക് വിവരമില്ല, അതുകൊണ്ടാണ് വിവരം പഠിക്കാൻ വന്ന ഞങ്ങള്. മൈക്ക ചോദ്യകർത്താവിന് കൊടുക്കാം. ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കാം. ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ പേര് ഇസ്മായിൽ. എൻ്റെ ഈ അടുത്ത എരുമാടിൻ്റെ അടുത്ത പ്രദേശം കേരളത്തിൽ കോട്ടൂർ എന്നുള്ള പ്രദേശത്ത് വന്നാണ്. എൻ്റെ ചോദ്യം സ്ത്രീകളുടെ പള്ളിപ്രവേശനം സംബന്ധിച്ചാണ്. ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു സ്ത്രീകൾക്ക് പള്ളിപ്രവേശനം. ഇന്ന് ഞാൻ വരുമ്പോൾ വൈത്തിരി ജാറത്തിൽ അവിടെ നേർച്ച നടക്കുന്നുണ്ട്. അവിടെ ഞാൻ കാണുന്നത് 90% സ്ത്രീകളാണ്. പിന്നെ ഞങ്ങളുടെ അവിടെ എല്ലാ വ്യാഴാഴ്ച വൈകുന്നേരവും സലാത്ത് നടക്കുന്നുണ്ട്. ആ സലാത്തിലേക്ക് പോകുന്നത് 90% സ്ത്രീകളാണ്. അപ്പൊ ഇതൊക്കെ അനുമതിയോ? പള്ളിയിൽ പോകാൻ അനുമതിയല്ല. പിന്നെ ഞാൻ 5 പ്രാവശ്യം മക്കത്ത് പോയി ഉംറ ചെയ്ത ആളാണ്. അവിടെയൊക്കെ ഞാൻ കണ്ട് സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട്. ഈ പള്ളിയിൽ മാത്രം പോകാൻ പാടില്ല എന്നുള്ള ഒരു ഇത് വന്നത്, അതിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മറുപടി എന്താണെന്നുള്ള അതൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എൻ്റെ വീടിന്റെ അടുത്ത വീട്ടിലെ ഒരു ഉമ്മാമാക്ക് നമ്മൾ തൊട്ട വീട്ടിലെ ആൾ തന്നെ ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടു കൊടുത്തു. ഇത് റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളമാണ്. ഈ വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൂക്കടും ഇതൊക്കെ മാറും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ റസൂലുള്ളാഹിന്റെ മുടി, അതുപോലെ റസൂലുള്ളാഹിന്റെ ചെരുപ്പ്, ഈ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചാൽ അതിന് വല്ല ഗുണങ്ങളും ഉണ്ടോ? അതിന്റെ പ്രത്യേകത എന്താ? ഇതാണ് എനിക്ക് അറിയേണ്ട 2 ചോദ്യങ്ങൾ. സഹോദരൻ ബഹുമാന്യനായ സുലൈമാൻ സാഹിബ് 2 ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ്. നേരത്തെ നമ്മൾ ആ നാട്ടുകാരൻ പറഞ്ഞ പോലെ ഇത് കേട്ട് പഠിക്കാൻ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ അവരെ നിരാശപ്പെടുത്താൻ പാടില്ല. വോളണ്ടിയേഴ്സിക്ക് ഒരു മിനിറ്റ്. നമ്മൾ ഈ പ്രോഗ്രാമില് മാന്യമായി ചോദിച്ചും കേട്ടും പഠിക്കാൻ വേണ്ടി വന്ന ധാരാളം മനുഷ്യന്മാർ ഈ സദസ്സിലുണ്ട്. വളരെ തുച്ഛം ആളുകൾക്ക് ഇത് ഭംഗിയായി നടക്കുന്നതിൽ പ്രയാസമുള്ളൂ. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. നമ്മൾ തിരിച്ചറിയാം, വളരെ തുച്ഛം ആളുകൾക്ക് ഇത്തരമൊരു പ്രോഗ്രാം ഭംഗിയായി നടക്കുന്നതിൽ പ്രയാസമുണ്ട്. നമ്മൾ ആ നിലയ്ക്ക് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ ഇവിടെ കൂടിയ മഹാഭൂരിപക്ഷം ആളുകളും, പ്രത്യേകിച്ച് ഈ നാട്ടുകാരായ നേരത്തെ മൈക്കെടുത്ത് സംസാരിച്ച ആ സഹോദരൻ അടക്കമുള്ള ആളുകൾ, അവരൊക്കെ ഇതൊക്കെ കേട്ട് പഠിച്ച് ദീനിയായ ഒരു മജ്‌ലിസ് എന്ന നിലയ്ക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ മാന്യമായി പരിഗണിക്കേണ്ടതാണ്. ആ ഒരു മാന്യതയോട് കൂടി ഈ സദസ്സിനെ നമ്മൾ കാണുകയും നമ്മൾ ഓരോരുത്തരെയും ഇടപെടലുകൾ ആ നിലക്കാക്കുകയും ചെയ്യുക. അതിൽ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങിപ്പോകാൻ സൗകര്യമുണ്ട്, ഒരു പോയിക്കോട്ടെ. അതല്ല, മാന്യമായി ഈ പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് നമുക്ക് അനുവദിക്കപ്പെട്ട സമയം വരെ ആർക്കും ചോദിക്കാം. ആ ചോദ്യത്തിന് ഇൻഷാ അല്ലാഹ് വിശദീകരണം നൽകും. അതിന് വീണ്ടും പറയാം, വീണ്ടും അങ്ങോട്ട് വിശദീകരണം നൽകും. ഒരു പ്രയാസവും അതിലില്ല. അതിനിടയ്ക്ക് നേരത്തെ ആ നാട്ടുകാരനായ സഹോദരൻ പറഞ്ഞ പോലെ നമ്മൾ ഒച്ചപ്പാടും ബഹളും കൂക്കുംപിടിയും എന്താ ആവശ്യമുള്ളതൊക്കെ, അതിനൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് മാന്യമായി കാര്യങ്ങൾ കേട്ട് പഠിച്ച് അതിൽ വല്ലതും ഇങ്ങോട്ട് പിന്നെ തിരുത്താനോ സൂചിപ്പിക്കാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവസരമുണ്ടല്ലോ. ഏതായാലും ബഹുമാന്യനായ ചോദ്യകർത്താവ് സുലൈമാൻ സാഹിബ് 2 കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചത്. ഒന്ന്, സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ, ചില ഉസ്താദുമാർ അത് അനുവദനീയമല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ മറ്റു പല സ്ഥലത്തും സഹോദരിമാരെ കാണുന്നു, മക്കയിൽ കാണുന്നു, അതുപോലെ നാട്ടിൽ തന്നെ പള്ളിയല്ലാത്ത മറ്റു പല ഇടങ്ങളിലും കാണുന്നു. അപ്പൊ അവിടെയൊക്കെ അനുവദനീയവും പള്ളിയിൽ മാത്രം അനുവദനീയമല്ലാത്ത ഹറാമും എന്നൊരു വകുപ്പുണ്ടോ? അങ്ങനെ ഏതാനും വകുപ്പുണ്ടാവില്ല എന്ന കാര്യം തീർച്ചയാണ്. ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് സുരക്ഷിതമായി ഒരു സ്ത്രീക്ക് ഇബാദത്തുകൾ നിർവഹിക്കാൻ പള്ളിയിൽ വരാൻ സൗകര്യമുണ്ടെങ്കിൽ അവർക്ക് അതിന് ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്.
ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഇസ്ലാമികമായ വേഷം സ്വീകരിച്ച് സുഗന്ധം ഉപയോഗിക്കാതെ ആ നിലക്കുള്ള അനിസ്ലാമികമായ പ്രവണതകൾ ഒന്നുമില്ലാതെ മാന്യമായി സുരക്ഷിതമായി പള്ളികളിൽ വന്ന് ഇബാദത്തുകൾ നിർവഹിക്കുവാൻ ഒരു പെണ്ണിന് സൗകര്യവും സാഹചര്യവും ഉണ്ടെങ്കിൽ അതിനുള്ള അനുവാദം ഇസ്ലാം അവർക്ക് നൽകിയിട്ടുണ്ട്. ഇസ്ലാമിക അധ്യാപനങ്ങൾ എവിടെയും പെണ്ണിന് പള്ളി ഹറാമാണ് എന്ന തരത്തിലുള്ള ഒരു അധ്യാപനം കാണാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിലോ തിരുവചനങ്ങളിലോ ഒന്നും തന്നെ നിരുപാധികമായി ഒരു പെണ്ണിന് പള്ളി ഹറാമാണ്, അവൾക്ക് പള്ളി കയറാൻ പാടില്ല, അവൾ നിസ്കരിക്കാൻ വരാൻ പാടില്ല, അവൾ ജുമുഅക്ക് ജമാഅത്തിന് വരാൻ പാടില്ല എന്ന ഒരു തരത്തിലുള്ള അധ്യാപനം പ്രമാണങ്ങളിൽ കാണുക സാധ്യമല്ല. എന്നാൽ പുരുഷന്മാർക്ക് ജുമുഅ നിർബന്ധമുള്ളത് പോലെ സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമില്ല എന്ന കാര്യത്തിലും തർക്കമില്ല. സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമില്ല, എന്നാൽ അവർക്ക് വരാം, ആ പുണ്യത്തിൽ പങ്കെടുക്കാം, നമസ്കരിക്കാം, ഖുത്ബ ശ്രദ്ധിക്കാം. ആ നിലക്കുള്ള എല്ലാ ഖൈറുകളിലും സ്ത്രീകൾക്കും പങ്കെടുക്കാനും വരാനുമെല്ലാം അനുവാദവും അവകാശവും ഉണ്ട്. സ്വഹാബി സ്ത്രീകൾ പള്ളികളിൽ ആ നിലക്ക് ആരാധനാ കർമ്മങ്ങൾക്ക് പങ്കെടുത്തതായി ഹദീസുകൾ ധാരാളം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കുന്ന നിസാഅൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂത്തിഹിന്ന ثم ينقلبن الى بيوتهن ولا يعرفهن احد من الغلس. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസ്. സ്ത്രീകൾ ഇരുട്ടത്ത് സുബഹി നമസ്കാരത്തിന് പോലും തങ്ങളുടെ മൂടുപടം പുതച്ചുകൊണ്ട് അവർ പള്ളിയിൽ പ്രവാചകന്റെ കൂടെ വരുമായിരുന്നു. നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പോലും ഇരുട്ട് കാരണം പരസ്പരം അവരെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല എന്നുവരെയുള്ള ഹദീസുകൾ കാണുന്നു. പ്രവാചകന്റെ ഭാര്യമാരും സ്വഹാബത്തിന്റെ ഭാര്യമാരും എല്ലാം അടക്കമുള്ള സത്യവിശ്വാസികളായ നിസാഉൽ മുഅ്മിനാത്ത് എന്നതാണ് ഹദീസിലെ പ്രയോഗം. സത്യവിശ്വാസികളായ സ്ത്രീകൾ. അപ്പൊ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ശൈലി അതായിരുന്നു എന്നർത്ഥം. ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് ഇന്നു മുതൽ പള്ളി പാടില്ല, അത് ഹറാമാണ്, അത് വിലക്കപ്പെട്ടതാണ് എന്ന രൂപത്തിലുള്ള ഒരു അധ്യാപനം പ്രവാചകൻ നൽകിയതായി നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നില്ല. അത് പാലിച്ചുകൊണ്ട് ലോകത്ത് പല ഇടങ്ങളിലും ഇന്നും സ്ത്രീകൾ പള്ളികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മക്ക, മദീന പോലുള്ള സ്ഥലങ്ങളിൽ എല്ലാ വഖത്തിനും എന്ന വണ്ണം സ്ത്രീകൾ അവിടെ വരികയും ജുമുഅയിലും ജമാഅത്തിലും അതേപോലെ അല്ലാത്ത മറ്റു ആരാധനാ കർമ്മങ്ങളിലുമെല്ലാം അവർ പങ്കുകൊള്ളുകയും ചെയ്യുന്നു. നമ്മുടെ നാടുകളിൽ അത് പാടില്ലെന്ന് പറയുകയും അതേ സമയത്ത് ദിക്റിന്റെയും സ്വലാത്തിന്റെയും ദുആയുടെയും നേർച്ചയുടെയും എല്ലാം പേരു പറഞ്ഞ് അതേ സ്ത്രീകളെ അങ്ങാടിയിലേക്കും പാടത്തേക്കും പറമ്പിലേക്കും എല്ലാം കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രവണത നമ്മുടെ നാടുകളിൽ ഉണ്ട്. അത് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അത്തരം സദസ്സുകളിലേക്ക് സ്ത്രീകൾ വന്നാൽ അത് മറ്റു ചില താല്പര്യങ്ങൾ, സാമ്പത്തികമായ ചില നേട്ടങ്ങൾ അതുകൊണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് അതിന് അനുവാദം കൊടുക്കാൻ അത്തരം ആളുകൾക്കുള്ള പ്രചോദനം. എന്നാൽ പള്ളിയിൽ 5 വഖത്ത് പെണ്ണ് വന്ന് നിസ്കരിച്ചു പോയതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായി പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല എന്നതുകൊണ്ട് കൂടിയായിരിക്കാം അവരത് അനുവദിക്കാത്തത്. ഇപ്പൊ ഏതായിരുന്നാലും ചില പള്ളികളിലെങ്കിലും യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട് എന്ന പേരിലെങ്കിലും ചില പള്ളികളിൽ അങ്ങനെ അനുവാദം നൽകുന്നതായി കണ്ടുവരുന്നു. ഏതായിരുന്നാലും പ്രമാണങ്ങൾ അത് പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത് സഹോദരൻ സുലൈമാൻ സാഹിബ് ചോദിച്ചത് പ്രവാചകരുടെ തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രവാചകരുടെ മുടി, പ്രവാചകരുടെ കുപ്പായം, പ്രവാചകരുടെ വിയർപ്പ്, ആ നിലക്ക് പ്രവാചകരുമായി ബന്ധപ്പെട്ട അത്തരം ശേഷിപ്പുകൾ, ആ ശേഷിപ്പുകൾക്ക് മഹത്വമുണ്ട്. ഹദീസിൽ ധാരാളമായി സ്ഥിരപ്പെട്ടതാണ്. സ്വഹാബിമാർ അത് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ കുപ്പായം അത് വെള്ളത്തിലിട്ട് ആ വെള്ളം സ്വഹാബിമാർ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവാചകൻ മുടി അവർ അതേ നിലക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ തർക്കമില്ലാത്ത വിധം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷിപ്പാണ് എന്ന് ഉറപ്പിച്ചു പറയാവുന്ന പരമ്പരയോടുകൂടി സ്ഥിരപ്പെട്ട ഒരു ശേഷിപ്പ് ഇന്നങ്ങനെ ലോകത്തിൽ ലഭ്യമല്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല പേരിൽ പല ആളുകൾ പലതും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ കാന്തപുരം മുസ്ലിയാർ 2007 ഒരു മുടിയുമായി വന്നു. റസൂലിന്റെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുടിയുമായി വരികയും അന്ന് അത്ര വലിയ പ്രചാരം കിട്ടാതെ അല്ലെങ്കിൽ പ്രചാരം കൊടുക്കാതെ തൽക്കാലം അത് മെല്ലെ മെല്ലെ കൊണ്ടുവരികയും ചെയ്തു. പിന്നീടാണ് കഴിഞ്ഞ 1-2 കൊല്ലങ്ങൾക്ക് മുമ്പായി ഒരു പുതിയ മുടി കൂടി ബോംബെയിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ അത് പൊളിഞ്ഞു. EK വിഭാഗം സുന്നികൾ തന്നെ പിന്നാലെ കൂടുകയും അവർ അന്വേഷിക്കുകയും അവർ അതിൽ പ്രത്യേകം പുസ്തകമിറക്കുക പോലും ചെയ്തു. വ്യാജമുടി, ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന പേരിൽ EK വിഭാഗം സുന്നികൾ അത് പുസ്തകം പോലും ഇറക്കി സമൂഹത്തിന് ഒറ്റക്കെട്ടായി എല്ലാവരും അത് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഏതായിരുന്നാലും ഇന്നത്തെ കാലത്ത് ആർക്കും ഏതുമായി വന്നിട്ട് ഇതൊക്കെ റസൂലുള്ളാഹിയുടേതാണ് എന്ന് പറയാൻ പറ്റുമെന്നല്ലാതെ അതൊക്കെ ഹബീബിന്റെ മുടിയാണെന്ന് പറയാൻ, അതൊക്കെ ഹബീബിന്റെ ശേഷിപ്പാണെന്ന് പറയാൻ നമുക്കിന്നൊരിക്കലും സാധ്യമല്ല. ആ നിലക്ക് അംഗീകരിക്കപ്പെട്ട മുടികൾ ലോകത്തുള്ളതായി അങ്ങനെ സ്ഥിരപ്പെട്ട ലോക അടിസ്ഥാനത്തിൽ തന്നെ മൊത്തത്തിൽ അംഗീകരിക്കപ്പെട്ട ശേഷിപ്പുകൾ ഇന്നില്ല എന്നത് കൂടി നാം അതിൽ മനസ്സിലാക്കുക. എന്നാൽ ഹബീബിന്റെ ശേഷിപ്പുകൾക്ക് സ്ഥാനമുണ്ട്. അത് സ്വഹാബി
സഹാബിമാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, താബഈകളും ആ നിലക്ക് ഉപയോഗിച്ചതായി കാണാൻ കഴിയും. അതിൽ മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ ആ പേരിൽ തട്ടിപ്പുകളും വെട്ടിപ്പുകളും അത് വിറ്റ് പണമാക്കലും ഞങ്ങളൊക്കെ നാടുകളുണ്ട്. സുഹൃത്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ നാട്ടിൽ മാത്രമല്ല, ഞങ്ങളൊക്കെ നാടുകളിൽ ചെറിയ ബോട്ടിലും വലിയ ബോട്ടിലൊക്കെ ആക്കി, ചെറിയ ബോട്ടിന് 10 രൂപ, വലിയ ബോട്ടിന് 25 രൂപ എന്നൊക്കെ പറഞ്ഞ പല രൂപത്തിൽ ബോട്ടിലാക്കിയിട്ട് കുപ്പിയിലെ വെള്ളം കൊടുത്ത് മനുഷ്യന്മാരെ കുപ്പിയിലാക്കുന്ന ഏർപ്പാട് ഞങ്ങളൊക്കെ നാടുകളിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ശുദ്ധമായ തട്ടിപ്പുകളാണ്. ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തെയും ഹബീബിനുള്ള സ്നേഹത്തെയും ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് എന്ന് സംശയവിദേശം തന്നെ നമുക്കത് പറയാൻ സാധിക്കും എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഹബീബിന്റെ പേര് പറഞ്ഞ് അതേ വകുപ്പിൽ മറ്റുള്ളവരെ അതിലേക്ക് തുലനം ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്ന രീതിയും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതല്ല എന്ന് കൂടി അതിലെ കൂടെ കൂട്ടി സൂചിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ച വിഷയം പൂർത്തിയായിട്ടില്ല. കാരണം ഫൈസൽ മൗലവി പറഞ്ഞതുപോലെയാണ് ആ ഇബാറത്ത് അതിൻ്റെ അർത്ഥമെങ്കിൽ ഞാനിവിടെ ഒരു പ്രശ്നം ആക്കൂലായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഈ വിഷയം ചർച്ച ചെയ്ത് പൂർത്തിയാകാൻ എനിക്ക് സമയം തരുമെന്നാ. എന്നാലേ ഇവിടെ നിന്നിട്ട് കാര്യമുള്ളൂ, അല്ലേ പോണല്ലോ. എത്ര സമയം വേണ്ടിരും ഇത് പൂർത്തിയാവുന്നത് വരെ? എത്ര സമയം? നേരം മുഴുവൻ തരാൻ പറ്റില്ല. ഇല്ല, അതുണ്ടാവില്ല. സമയം പറഞ്ഞോളി. എത്ര സമയം വേണം? എത്ര സമയം വേണം? ഞാൻ ചോദിക്കാം. സമയം പറഞ്ഞോളി. എത്ര സമയം വേണം പറയും. നിങ്ങൾ പറഞ്ഞാൽ സമയം തരുമെന്ന്. ഇതിപ്പോ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ വേറെ വിഷയങ്ങളൊക്കെ പറയും. അതത്ര നീണ്ടുവന്ന് എനിക്ക് പറയുന്നുണ്ട്. ശരി, കുറെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നതൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര സമയം വേണം പറഞ്ഞോളി. ഒന്നും വേണ്ട, നിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണം? എനിക്കിപ്പോ ഇത് സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് പറഞ്ഞോളി. അപ്പോ ഇവിടെ 2 കളവുകളാണ് നടത്തിയിട്ടുള്ളത്. ഒന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൽ ഇവിടെയുള്ള ഇബാറത്ത് വഅലാ ഹാദൽ ഖിലാഫി ഇദാ തശഹദ ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയത്തി ഔ അമ്മന ബിൽ ഫാരിസിയത്തി എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിലുള്ള ഇബാറത്ത് വഅലാ ഹാദൽ ഖിലാഫി ഇദാ തശഹദ ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയത്തി അവിടെ കഴിഞ്ഞു. ഈ ഖിലാഫ് അനുസരിച്ച് അതിനു മുമ്പ് ഒരു ഖിലാഫ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഹാദയുടെ ഇഷാറത്ത് അങ്ങോട്ടാണ് പോകുന്നത്. അത് ഫൈസൽ മൗലവി തന്നെ നേരത്തെ വിശദീകരിച്ചു. ഫാത്തിഹ അറബി അല്ലാത്ത ഭാഷയിൽ ഓതുന്നിടത്ത് ഉള്ള ഖിലാഫ് 3 അഭിപ്രായങ്ങൾ ഇമാം കാസാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഖിലാഫ് അനുസരിച്ച് തന്നെയാകുന്നു ഇദാ ഖതബ ഇദാ തശഹദ ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയത്തി എന്നാണ് അവിടെയുള്ള ഇബാറത്ത്. അപ്പോ മലയാളമല്ലാത്ത ഭാഷ, അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതുന്നത് അതിന്റെ സിഹത്ത് ഖിലാഫ് അനുസരിച്ചാകുന്നു. അവിടെയുള്ള ഷർത്തിന്റെ ജവാബ് കളയപ്പെട്ടതാണ്. വശർതു യുഗ്നി അൻ ജവാബിൻ ഖദ് ഉലിം വൽഅക്സു ഖദ് യഅതി ഇനിൽ മഅനാ ഫുഹിം. ഇമാം നവവി തങ്ങളുടെ ഉസ്താദായ ഇബ്നു മാലിക് തങ്ങളുടെ ലോകപ്രസിദ്ധ നഹ്വി ഗ്രന്ഥമായ അൽഫിയത്ത് ഇബ്നു മാലിക്കിന്റെ 706-ാമത്തെ ബൈത്തിൽ ഷർത്ത് ചിലപ്പോൾ ജവാബ് കളയപ്പെടുകയും ഷർത്ത് ഉണ്ടാവുകയും ചെയ്യും. ആ അർത്ഥത്തിലാണ് ഇവിടെ ഉള്ളത്. അത് ഫൈസൽ മൗലവിക്ക് തിരിഞ്ഞില്ല, അല്ലെങ്കിൽ ഈ പുസ്തകം ഉണ്ടാക്കിയ ആളുകളും ഒരാൾക്കാർ തന്നെയാണ്, ഓൽക്ക് തിരിഞ്ഞില്ല. കാരണം നെഹുവൊന്നും തോന്നില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു നോക്കുമ്പോ ജവാബ് കാണുന്നില്ല. അപ്പോഴാണ് അപ്പൊ നല്ലൊരു ഐഡിയ ഉണ്ട്. ഈ വലവ് കണ്ട് മാറ്റിക്ക് ഒരു ഔ അങ്ങോട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അവസാനം ഒരു ജവാബ് അങ്ങോട്ട് കിട്ടും. കാന യജൂസു ബിൽ ഇജ്മാഇ അയ്യട. അപ്പം വെള്ളിയാഴ്ചത്തെ ഖുതുബയും അറബി അല്ലാത്ത ഭാഷയിൽ ഓതിക്കഴിഞ്ഞാല് അപ്പൊ ഇജ്മാവോട് കൂടെ അനുവദനീയാകുന്നു കിട്ടും. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ ഔ അമ്മന എന്ന് ആക്കി. എന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞത് ഈ പുസ്തകത്തിൽ കൊടുത്ത ഇബാറത്ത് ദി ഐനിഹി അതേ രൂപത്തിൽ ബദായുസനായിൽ ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. അത് അവര് തന്നെ സമ്മതിച്ചു. ബദായുസനായിൽ ഈ പുസ്തകത്തിൽ കൊടുത്ത രൂപത്തിൽ ഇല്ല. പിന്നെ ഔ മാറിയിട്ട് വലുവാക്കിയതല്ലേ. പിന്നെ അങ്ങനെ ഇവിടെ കണ്ടപ്പോ പിന്നെ ചെയ്ത പണി എന്താ, ആ ഔന് അർത്ഥം വെക്കാതെ വലു എന്നുള്ളത് ആയത്തിന്റെ അർത്ഥമാക്കിയിട്ട്, അതായത് വലു അമ്മന ബിൽ ഫാരിസിയത്തി പേർഷ്യൻ ഭാഷയിൽ ആമീൻ ചൊല്ലിയാലും എന്നാക്കി. എന്നാ പുസ്തകത്തിൽ അങ്ങനെയല്ല പണ്ട് അർത്ഥം എഴുതിയത്. പുസ്തകത്തിൽ അന്ന് എഴുതിയ അർത്ഥം അതല്ല. ഇവിടെ കുടുങ്ങിയപ്പോ അർത്ഥം മാറ്റി. ഇനി വേറെടുത്ത് കുടുങ്ങുമ്പോ വേറെ അർത്ഥം. ഇതാണ് നിങ്ങൾ എന്നത്തെയും പരിപാടി. കുടുങ്ങുന്ന കണ്ടപ്പോ ഇടക്കൊരാളെ കയറ്റി ഒരു അരമണിക്കൂർ അവിടെ എന്താണ് ഒരു ആശ്വാസത്തിന് കൂൾ ഓഫ് ടൈം അതുണ്ടാക്കിയെടുത്തു. സത്യത്തിൽ ഇവിടെ കൂടിയ എല്ലാ ആളുകളും മനസ്സിലാക്കണം, ഈ പുസ്തകത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞു. ഇജ്മാ ഇല്ല. കാരണം ഇജ്മാ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ വാലാ ഹാദൽ ഖിലാഫി എന്ന് പറയും? ഇജ്മാ ഉള്ള വിഷയത്തിൽ ഖിലാഫ് ഉണ്ട് എന്ന് പറയോ? വൈരുദ്ധ്യം പറയുന്ന ആളാണ് ഇമാം കാസാനി. വാലാ ഹാദൽ ഖിലാഫി എന്ന് തുടക്കത്തിൽ പറയാ, കാന യജൂസു ബിൽ ഇജ്മാഇ എന്ന് അവസാനവും പറയാ.
അപ്പൊ ഖിലാഫോട് കൂടെ ഇജ്മാവോട് കൂടെ യജൂസു അനുവദനീയാകും. എന്ത് പൊട്ടത്തരമാണ് എനിക്ക് ചോദിക്കും മൗലവി, എന്താണ് ഇത്? എന്നിട്ട് അവിടെ നിന്നിട്ട് വ്യാഖ്യാനിക്കുകയാണ്, ഇങ്ങനെ ഒരു ഇബാറത്ത് ബദായു സനായിൽ ഇല്ല, എന്നിട്ട് അവിടെ കഴിഞ്ഞു അത്. എന്നിട്ട് പറയാണ് വലോ അമ്മന. ഇമാം കാസാനി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതേതായാലും ഖിലാഫ് ഉണ്ട്, ഖുതുബയിലും തശഹുദിലും ഖിലാഫ് ഉണ്ട്. ഇനി അതിനുശേഷമുള്ള വലോ അമ്മന ബിൽ ഫാരിസിയത്തി ഔസമ്മാഇന്റെ ദവി അങ്ങനെ തുടങ്ങിയ ആ വിഷയങ്ങളൊക്കെയോ അത് കാന യജൂസു ബിൽ ഇജ്മാ, ഇജ്മാവോട് കൂടെ അനുവദനീയാകുമെന്നാണ് ഷാഫി മദ്ഹബുകാരനല്ലോ ഹനഫി മദ്ഹബുകാരനായ ഇമാം കാസാനി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ ഇത് ഇവർ ഈ ഖിലാഫ് അനുസരിച്ചിട്ടാണ് ഖുതുബ അറബി ഭാഷ അല്ലാത്ത ഭാഷയിൽ ഓതുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഫാത്തിഹയും അറബി അല്ലാത്ത ഭാഷയിൽ ഓതണ്ട മൗലവി. അതെന്താ അവിടെ ഖിലാഫ് പരിഗണിക്കാത്തത്? ഇങ്ങനെ കട്ടും മുറിച്ചും വാലാ ഹാദൽ ഖിലാഫി കട്ടു വലോ അമ്മന എന്നുള്ളടുത്ത് വലോ വെട്ടി ഔവമ്മനാക്കി. ഷർത്തിന്റെ ജവാബ് കാണാത്തപ്പോ അന്തം വിട്ട് മേപ്പെട്ട് നോക്കി. അവസാനം കാന യജൂസു ബിൽ ഇജ്മായി എടുത്ത് ജവാബ് ആക്കി. അൽഫിയ പഠിച്ചിട്ടില്ല, നെഹ്വു തിരിഞ്ഞിട്ടില്ല, ഒക്കെ കഴിഞ്ഞിട്ടോ അവസാനം ഔവമ്മന ബിൽ ഫാരിസിയത്തി ആക്കിയിട്ട് പുസ്തകത്തിൽ കൊടുത്ത അർത്ഥം ഇങ്ങനെയാണ്, വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കും, അതുമല്ലെങ്കിൽ പാർസിയിൽ ഖുതുബ. അങ്ങനെ അവിടെ എഴുതിയത് ഔവിന്റെ അർത്ഥം, അതുമല്ലെങ്കിൽ ഔ എന്നുള്ള അർത്ഥം കൊടുത്തത്. ഇവിടെ എത്തിയപ്പോ പിന്നെന്ത് ചെയ്തു, വലോ എന്നാണ് ഉള്ളത് എന്ന് കണ്ടപ്പോ അതിനനുസരിച്ച് അർത്ഥം വെച്ചു. അങ്ങനെ ഓതിയാലും പുസ്തകത്തിൽ എന്താന്ന് കണ്ടില്ലായിരുന്നോ? അപ്പൊ ഇത് എഴുതിയ ആള് നിങ്ങളാണെങ്കിൽ നിങ്ങൾ അന്ന് ഈ ഔ എന്നുള്ള ഇബാറത്തിനനുസരിച്ചിട്ടാണ് അർത്ഥം എഴുതിയിട്ടുള്ളത്. അപ്പൊ ഒരു അച്ചടി പിശകല്ല. അച്ചടി പിശകാണെങ്കിൽ അർത്ഥത്തിൽ പിശകുണ്ടാവൂല, അച്ചടിയിലെ പിശകുണ്ടാവുള്ളൂ. അപ്പൊ ഔ എന്ന് എഴുതിയിട്ട് അതിനനുസരിച്ചിട്ട് അർത്ഥം കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ എത്തിയപ്പോ വലോ എന്ന് കണ്ടപ്പോ അതിനനുസരിച്ച് അർത്ഥം. ഇനി ചോദിക്കട്ടെ, ഇമാം കാസാനിക്ക് നെഹ്വു തിരിയൂലേ, ഇബാറത്ത് തിരിയൂലേ? വലോ എന്ന് അവിടെ ഇടേണ്ട ആവശ്യം എന്താ ഉള്ളത്? അതെന്താ ഒരു പേർഷ്യൻ ഭാഷയിൽ ആമീൻ ചെല്ലുന്നതിന് മാത്രം ഒരു ആയത്ത് ആമീൻ ചെല്ലിയാലും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തർക്കമുള്ള ഖുതുബക്കല്ലേ അത് കൊടുക്കേണ്ടത്? ഒന്നും തിരിഞ്ഞിട്ടില്ല, നെഹ്വു തിരിയില്ല. അപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകളെ, ഇബാറത്ത് കക്കൽ പണ്ട് മുതലേയുള്ള പതിവാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ. പട്ട് നാദാപുരം സംവാദത്തിൽ ലാ കട്ടവരാണിവർ, പല സ്ഥലത്തും കട്ട്, എടമുട്ടം സംവാദത്തിൽ കട്ട് വായിച്ചവരാണിവർ, ഒരുപാട് സംവാദങ്ങളിൽ കട്ട് വായിച്ചവരാണിവർ. ഫീഹി ഇല്ലത്താനി, ഇയാൾ പണ്ട് ഹനീഫ മൗലവിന്റെ കൂടെ ഉള്ളപ്പോ ആലുവ സംവാദത്തിൽ ഫീഹി ഇല്ലത്താനി കട്ട് വായിച്ചവരാണിവർ. ഇമാം അൽബാനി എന്ന് ഇവർ വിശ്വസിപ്പിക്കുന്ന ഇവരുടെ നേതാവിന്റെ കിതാബുണ്ട്, സ്വന്തം ഇമാമിന്റെ കിതാബ് തന്നെ കട്ട് വായിച്ചവരാണിവർ. അങ്ങനെയുള്ള ഇവരുടെ കട്ടുവായിക്കൽ പതിവാണ്. മുമ്പ് പേട്ടയിൽ നടന്ന ഒരു മുഖാമുഖത്തിലും കട്ടുകൊടുത്തവരാണിവർ, ഇമാം അസ്കലാനിയുടെ ഇബാറത്ത്. അതുപോലെ ഇവിടെ വാലാ ഹാദൽ ഖിലാഫി എന്നത് കട്ടു ഒന്ന്, വലോ അമ്മനെടുത്ത് കട്ടു എന്ന് മാത്രമല്ല കട്ട് മുറിച്ചു, കട്ടാൻ പേസ്റ്റ് നടത്തി, പേസ്റ്റ് നടത്തി എന്ന് മാത്രമല്ല അതിനനുസരിച്ച് ദുർവ്യാഖ്യാനിച്ചു. അങ്ങനെ എല്ലാ മൗലവിമാരും കൂടി ഉരുട്ടി ഒരു ഇജ്മാ അങ്ങനെ ഉരുട്ടി ഉണ്ടാക്കിയെടുത്തു. ഇതാണ് ചോദ്യത്തിൽ തുടക്കത്തിൽ ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ഒരു ഇജ്മാ ഉണ്ടോ? ഇല്ലേ, ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വാലാ ഹാദൽ ഖിലാഫ്, ഈ ഖിലാഫ് അടിസ്ഥാനത്തിൽ എന്ന് പറയൂല. സാധാരണക്കാർക്ക് ഞാൻ പറയട്ടെ, ഇജ്മാ എന്ന് പറഞ്ഞ പണ്ഡിത ഏകോപനം എന്നാ. ഏകോപനം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടെ ഏകോപിക്കുക, പിന്നെ അവിടെ ഖിലാഫ് ഉണ്ടാവില്ല. പിന്നെ ഖിലാഫ് അനുസരിച്ച് ഇജ്മാവോട് കൂടെ സ്വയ്യാകും എന്ന് പറഞ്ഞ എന്ത് അടിസ്ഥാനമാണ് അതിനുള്ളിലുള്ളത്? അപ്പൊ ഇത്ര വലിയ പൊട്ടത്തരാണ് ഈ പുസ്തകത്തിൽ. ഇത് കേവലം ഒന്നാണ്. ഈ പുസ്തകത്തിന്റെ ഓരോ പേജ് മറിക്കുമ്പോഴും മുഴുവനും ഇതുപോലെ കട്ടും മുറിച്ചും പൊട്ടത്തരാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടുമുറിക്കൽ പരിപാടികളാണ്. ഇങ്ങനെ കട്ടിട്ടും മുറിച്ചിട്ടും നിന്നാലേ വഹാബി പ്രസ്ഥാനം നിലനിൽക്കും എന്നുള്ള ബോധം ഇവർക്കുണ്ട്. യഥാർത്ഥത്തിൽ ഇബാറത്ത് വായിക്കുമ്പോൾ പേടിയുണ്ട്. അതുകൊണ്ടാണ് ഇടക്കൊരാളെ കയറ്റിയത്. അല്ലെങ്കിൽ ഒരു വിഷയം പൂർത്തിയായിട്ട് പോരെ അടുത്ത ചർച്ച. അപ്പൊ അത് നടക്കൂല എന്ന് തോന്നിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ കട്ടുമുറിച്ചുകൊണ്ടുള്ള പരിപാടി, നിങ്ങൾ നല്ലത് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പ്രബോധനം ഇനി ഞങ്ങൾ വിടില്ല. ഓരോ സ്ഥലങ്ങളിലും ചെന്ന് നിങ്ങൾ ഈ കട്ടുമുറിച്ചു കൊടുക്കുന്ന ഇബാറത്തുകൾ ഞങ്ങൾ പിടിക്കും. നിങ്ങൾ ഇമാമിങ്ങളുടെ പേരിൽ കളവ് പറയാൻ സമ്മതിക്കില്ല. വാലാ ഹാദൽ ഖിലാഫി എന്തിന് കട്ടോ? വലോ അമ്മനെ എടുത്ത് ലവ് മാറ്റി എന്തിന് ഔവമ്മനാക്കി? അങ്ങനെ ഔവമ്മനാക്കിയിട്ട് പിന്നെ എന്തിന് അവിടെ ഔവിന് അർത്ഥം അനുസരിച്ച് അർത്ഥം കൊടുത്തു, ഇവിടെ വലോ കണ്ടപ്പോ നിങ്ങൾ ഇങ്ങനെ അർത്ഥം കൊടുത്തു. ഈ പുസ്തകം എഴുതിയ മൗലവിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടിച്ചിട്ടില്ലേ? അതുകൊണ്ട് എന്റെ ചോദ്യം ആവർത്തിക്കുന്നു, ഇമാം കാസാനി ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ ഉത്തരം മുട്ടിക്കാനുള്ള ചോദ്യമാണ്, തൈജീസിന്റെ ചോദ്യം എന്ന് പറയാം. ആ നിലക്ക് ചോദിച്ചാണ്, ഉണ്ടോ? ഇല്ല. ഈ ഭാഗത്തോണ്ട് നിങ്ങൾക്ക് തെളിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ വിഷയം അങ്ങനെ തന്നെ ബാക്കിയാണ്. അതായത് ഈ പുസ്തകത്തിൽ കൊടുത്ത ഇബാറത്ത് അതേ രൂപത്തിൽ എവിടെ ഒരു ബദായുസ്സനായിന്റെ മൊബൈലിലുള്ള വരുന്ന പ്ലേ സ്റ്റോറിലുള്ള കോപ്പിയിലും ഇല്ല, നെറ്റിലടിക്കുമ്പോൾ കിട്ടുന്ന PDF-ലും ഇല്ല, മക്തബത്ത് ഷാമിലയിലും ഇല്ല, ഞങ്ങളുടെ കോളേജിലുള്ള കൈ എടുക്കുന്ന പ്രിന്റിംഗ് പ്രതിയിലും ഇല്ല. എവിടെയും ഇല്ലാത്ത ഇബാറത്ത് കട്ടുകൊടുത്ത് അവിടെ കളവർത്ഥം കൊടുത്ത് ഇവിടെ എത്തിയപ്പോൾ ദുർവ്യാഖ്യാനിച്ച് പെടുമെന്ന് കണ്ടപ്പോൾ ഇടയിൽ ഒരാളെ കയറ്റി അരമണിക്കൂർ കൂൾ ഓഫ് ടൈം പ്രഭാഷണം നടത്തി. ഇവിടെ ഇങ്ങനെ ഒരു ദീനി പ്രബോധനം നടത്തി. ഇതാണ് ഇസ്ലാമിക ദീനി എന്ന് പഠിപ്പിക്കാൻ നിങ്ങളെ വിടില്ല മൗലവിമാരെ. ഏതായാലും നിങ്ങളെ ശമ്പളം തന്ന് പറഞ്ഞയച്ചാക്കി മുതലായി.
ഭാവിയുണ്ട്, ഇൻഷാ അല്ലാഹ് നല്ലതാണ്. എന്തായിരുന്നാലും ഭാവിയുണ്ട്. ഏതായാലും മുസ്ലിയാരെ കുറച്ച് അത് ശരി, 10 മിനിറ്റ് കൊണ്ട് ഞാൻ ചപ്പാണ്ടാക്ക. ശരി ശരി ശരി, ഇരിക്ക്. അവിടെ ഇരുന്നോളി. മൂപ്പർ ഒരാൾ ഫുള്ള് പറഞ്ഞല്ലോ. മൂപ്പർ ആവശ്യപ്പെട്ട 10 മിനിറ്റും കൊടുത്തു. ഇതാ നോക്കി, ഈ പ്രോഗ്രാം ഭംഗിയായി അനുവദിക്കപ്പെട്ട സമയം മുഴുവനായി നടത്തൽ നമ്മുടെ ആവശ്യമാണ്. അത് നടക്കാതിരിക്കൽ ചിലരുടെ ആവശ്യമാണ്. ആവശ്യത്തിന് നമ്മൾ ഒരിക്കലും വഴങ്ങി കൊടുക്കരുത്. അത് നമ്മൾ ശ്രദ്ധിക്കാം. ഇപ്പൊ മുസ്ലിയാർ ആവശ്യപ്പെട്ട 10 മിനിറ്റും കൊടുത്തു. അവിടെ നിക്ക്, എന്താ മുസ്ലിയാർ അപ്പോഴേക്ക് ഇളകണ്? മുസ്ലിയാർ ആവശ്യപ്പെട്ട 10 മിനിറ്റ് തികച്ച് നമ്മൾ കൊടുത്തു. ആ 10 മിനിറ്റ് കൊടുത്തിട്ട് എന്തേ ഉണ്ടായത്? അയാളുടെ മനസ്സിലുള്ള എല്ലാ മുജാഹിദ് വിരോധം പ്രസംഗിച്ച് നിർത്തുന്നല്ലാതെ അയാളുടെ മനസ്സിൽ അയാൾ കാത്തു സൂക്ഷിച്ച, അയാൾ ആരൊക്കെയോ പറഞ്ഞു തിരിപ്പിച്ച എല്ലാ മുജാഹിദ് വിരോധം അതാണ് പറഞ്ഞു തീർത്ത് മൂപ്പക്ക് സമാധാനമായി. അത്രയേ ഉള്ളൂ. നീ കെടുക്കുമ്പോൾ സമാധാനം ഉണ്ടാവും. ഇതൊക്കെ അവിടുന്ന് പറഞ്ഞല്ലോ എന്നുള്ളത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഫസ്റ്റ് ആ പുസ്തകമായിട്ട് വന്നപ്പോ ആദ്യം ഇത് കേട്ട മനുഷ്യന്മാർ എന്താ വിചാരിച്ചത്? ലോകത്ത് അങ്ങനത്തെ കിതാബും ഇല്ല, ആ കിതാബിൽ അങ്ങനത്തെ വിഭാഗത്തും ഇല്ലാത്ത എന്തോ കൊടുത്തു എന്നല്ലേ തോന്നുക. എന്നാൽ ഒരല്പം മുന്നോട്ട് പോയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ കിതാബുണ്ട്, കിതാബിൽ ഇബാറത്തുമുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിയാർക്ക് വായിക്കാൻ പറ്റിയത്. അപ്പൊ കിതാബിൽ ഉള്ളതേ കൊടുത്തിട്ടുള്ളൂ, ഇല്ലാത്തൊന്നും കൊടുത്തിട്ടില്ല. എന്താ പറഞ്ഞത്? ഞാൻ നേരത്തെ വിശദമായി സൂചിപ്പിച്ചു. ഇമാം കാസാനി തന്റെ ബദാഇഉസ്സനാഇഇൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചയിൽ അദ്ദേഹം നടത്തിയ പരാമർശം അതാണ്. വഅലാ ഹാദൽ ഖിലാഫി ലൗ തശഹദ ഔ ഖതബ യൗമൽ ജുമുഅതി ബിൽ ഫാരിസിയതി എന്ന് തുടങ്ങുന്ന ഇബാറത്ത് ആ കിതാബിൽ ഉണ്ട് എന്ന് പറയാൻ തെളിഞ്ഞു. ആദ്യം പറഞ്ഞെന്താ? അങ്ങനെ കിതാബിനല്ല എന്ന രൂപത്തിലായിരുന്നു അയാൾ അവതരണം കേട്ടാൽ ഇവിടെ കൂടെ മനുഷ്യന്മാരെ തോന്നുക. എന്നാൽ ഇപ്പൊ കിതാബുണ്ട്, കിതാബ് ഇബാറത്തുണ്ട്, ആ വായിച്ചത് അങ്ങനെ തന്നെ ഉണ്ട്. ആകെയുള്ള പ്രശ്നം എന്താ? വലൗ എന്നത് ഔ എന്നായിട്ടുണ്ട്. ഈ വലൗ എന്നത് ഔ എന്നായി മാറിയത് കൊണ്ട് ഔ ഖതബ യൗമൽ ജുമുഅത്തി ബിൽ ഫാരിസിയ എന്ന പോയിന്റ് പോകുന്നില്ലല്ലോ. പിന്നെ ജവാബ് എങ്ങനെ മടക്കുന്ന ഇപ്പൊ കണ്ടുപിടിച്ചത്. മാത്രമല്ല മൂപ്പർക്ക് കുറെ ഒഴിപറിയണ മാതിരിയാ, ഒഴിപറിയുന്ന പോലെ ഒരു അങ്ങോട്ട് വെച്ച് നോക്കി, അപ്പൊ അങ്ങോട്ട് വെച്ച് നോക്കി, അപ്പൊ അങ്ങനെ ആക്കി എല്ലാം മറന്ന കാര്യം മൂപ്പർക്ക് അറിയാം. ഏതായിരുന്നാലും ആ പുസ്തകം നല്ല ബുക്കാ. ആ പുസ്തകം വിജയിച്ച കക്ഷി എന്ന ഈ ഒരു പുസ്തകം ഇൻഷാ അല്ലാഹ് നമ്മൾ കേരളം മൊത്തം വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ മനുഷ്യരിലേക്കും ഇൻഷാ അല്ലാഹ് ഈ പുസ്തകം വിതരണം ചെയ്യുന്നുണ്ട്. ഇത് വായിക്കേണ്ടവർ വായിക്കുന്നുണ്ട്. അതിന്റെ സ്വാധീനമുണ്ട്, അതിന്റെ മാറ്റമുണ്ട്. അത് തന്നെയാണ് ഈ നിലയ്ക്ക് ചില മുസ്ലിയാക്കന്മാർ ഇളകി വരാനുള്ള കാരണം, മറ്റൊന്നുമല്ല. ഈ പുസ്തകം നാം കേരളം മുഴുവൻ വിതരണം ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവരും ഇതിന്റെ വിതരണം ഏറ്റെടുക്കേണ്ടതുണ്ട്. വിജയിച്ച കക്ഷി എന്ന ഈ പുസ്തകത്തിന്റെ വിതരണം എല്ലാവരും ഏറ്റെടുക്കണം. അത് ഇൻഷാ അല്ലാഹ് നാം മനസ്സിൽ കണ്ടതിനേക്കാളും വലിയ സ്വാധീനം അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ടാണ് അത് വായിച്ചിട്ട് മുസ്ലിയാക്കന്മാര് ഇളകി വരുന്നത്. അല്ലെങ്കിൽ കോഴിക്കോട് നിങ്ങോട്ട് കയറുമല്ലോ. അപ്പൊ ഏതായിരുന്നാലും ശരി, അതിൽ പറഞ്ഞ ആശയം ഇവിടെ സ്ഥിരപ്പെടുകയാണ്. ഏതായിരുന്നാലും ഖുത്ബ നിർവഹിച്ചാലും ശരി, ഇനി ബിസ്മി ചൊല്ലിയാലും ശരി, അതും അല്ലെങ്കിൽ തൽബിയത്ത് ചൊല്ലിയാലും ശരി, ഏതാണെങ്കിലും യജൂസു ബിൽ ഇജ്മാഇ എന്നത് അവിടെ തന്നെ സ്ഥിരപ്പെട്ട് കിടക്കുന്നു. ഇലാ തശഹദ ഔ ഖതബ യൗമൽ ജുമുഅതി വലൗ അമ്മന ബിൽ ഫാരിസിയതി ഔ സമ്മാ ഇൻദൽ ലബ്ഹി ബിൽ ഫാരിസിയതി ഔ ലബ്ബാ ഇൻദൽ ഇഹ്റാം ബിൽ ഫാരിസിയതി ഔ ബി അയ്യി ലിസാനിൻ കാന യജൂസു ബിൽ ഇജ്മാഇ എന്ന ഇബാറത്ത് ആ കിതാബിൽ ഉണ്ട് എന്ന് ഇവിടെ ബോധ്യപ്പെട്ടു. അങ്ങനെ ഈ വാർത്തകളുണ്ട്, സംശയമില്ല. മുസ്ലിം ആദ്യം വന്നപ്പോ കേട്ടത് പൊതു എന്താ? നമ്മളെ കിതാബില് എന്തോന്ന് കടത്തിക്കൂട്ടില്ലാത്ത വിഭാഗത്ത് കൊടുത്തു എന്ന രൂപത്തിലാണ് മൂപ്പര് കൊണ്ടുവന്നത്. എന്നാൽ അതേസമയം മക്തബ് ഷാമില മൂപ്പര് തപ്പി, പക്ഷെ മൂപ്പര് വായിച്ചില്ല. ഞാൻ പറഞ്ഞു ഷാമില വായിച്ചോളിയത്, മൂപ്പര് വായിച്ചില്ല. പിന്നെ നമ്മൾ തന്നെ ഷാമിലെടുത്ത് നമ്മൾ വായിച്ചു. അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി ഈ വാർത്ത ഇവരും കണ്ടിട്ടുണ്ട്.
ഞങ്ങൾക്കറിയാം ഇബാറത്ത്. അത് കണ്ടിട്ടും വായിച്ചിട്ടും പഠിച്ചിട്ടും ഈ ഷാമില മാത്രമല്ല, ഞങ്ങളെ ജാമിഅത്തുൽ ഹിന്ദിലുണ്ട് ഈ കിതാബ്. ജാമിഅത്തുൽ ഹിന്ദ് കിതാബുണ്ട്. ഞങ്ങളെ കുട്ടികൾക്ക് പോലും ആ കിതാബ് അറിയാം, പിന്നല്ലേ ഞങ്ങൾക്ക്. അതുകൊണ്ട് കിതാബ് കണ്ടും വായിച്ചും പഠിച്ചും ഒക്കെ തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾ കുറച്ച് അവിടുന്ന് വണ്ടി കയറി ഇവിടെ വന്ന് ഒച്ചപ്പാടും പണ്ടാക്കി തക്ബീറും വിളിച്ച് കൂക്കി പിടിച്ചിട്ട് ഇതാണ് പിരിച്ചിടാന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. അല്ലാഹു തൗഫീഖ് കൊണ്ട് ഏകദേശം 300ലേക്ക് എത്താൻ ഞങ്ങളെ മുഖാമുഖം. അതിനെ മാറ്റം അൽഹംദുലില്ലാഹ് കേരളത്തിലുണ്ട് താനും. ധാരാളം ആളുകൾ കൂട്ടം കൂട്ടമായി എന്ന് പറയാവുന്ന രൂപത്തിൽ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകൾ വിളിച്ചറിഞ്ഞ് തൗഹീദിന്റെ വഴിയിലേക്ക് അൽഹംദുലില്ലാഹ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ബേജാറാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാരിൽ കാണുന്നത്, അല്ലാതൊന്നുമല്ല. ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ആളുകൾ ഉസ്താദുമാർ പോയി ചോദിക്കാൻ തുടങ്ങി. പിന്നെ നബിദിനാഘോഷ വിഷയത്തിൽ ഏകദേശം 10ഓളം മുഖാമുഖം നടന്നു. ആ മുഖാമുഖം കഴിഞ്ഞ സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ച് നോക്കി. അവിടെയൊക്കെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ഈ മുസ്ലിയാർ അവിടെ വന്നല്ലോ, ഫറൂഖ് പേട്ടി വന്നല്ലോ മുസ്ലിയാർ, എന്തേണ്ടായത്? അവിടെ ആളുകൾ ചെന്ന് ചോദിക്കാൻ തുടങ്ങി. മുസ്ലിയാക്കന്മാർക്ക് ഇപ്പൊ സ്വസ്ഥതയില്ല. കാരണം മുസ്ലിയാക്കന്മാർക്ക് തന്നെ അവിടുന്ന് വ്യംഗ്യമായി പറയേണ്ടി വന്നു, ആ മൂപ്പർ തന്നെയാണ്, മൂപ്പർ കണ്ടച്ചോളി കാണേണ്ട മുതൽ തന്നെയാണ്. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോ കൊമ്പ് മുളക്കും, അപ്പൊ അറിയാൻ നമുക്ക്. ഇപ്പൊ ഏതായിരുന്നാലും നമ്മൾ കണ്ടുവെക്കുന്ന സാധന കൊമ്പ് മുളച്ചു വരുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ ചില ആളുകളുണ്ട്. അതിന് ശമ്പളം പറ്റി അതിന് പ്രത്യേക കൂലി വാങ്ങിയിട്ട് ഇതിങ്ങനെ എവിടെ വഹാബികളുടെ പരിപാടിയുള്ളത് അവിടെ ഇങ്ങനെ ഇഹ്റാം കെട്ടി പോകുന്ന ഏർപ്പാട് ചില മൂലമാക്കി ഞങ്ങൾക്കത് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ ദഅവത്ത് അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ വല്ലാത്ത പ്രയാസമുണ്ട്. ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് നാല് ഭാഗത്തുനിന്നും. മുഖാമുഖങ്ങളിൽ ചോദിക്കാമെന്ന മുസ്ലിയാക്കന്മാര് വരെ ചോദിക്കാൻ വന്ന ഈ റബീഉൽ അവ്വൽ നബിദിനാഘോഷ മുഖാമുഖം നടത്തിയപ്പോ ആ നബിദിനാഘോഷ മുഖാമുഖങ്ങളിൽ ചോദ്യം ചോദിക്കാമെന്ന മുസ്ലിയാക്കന്മാര് വരെ ഇപ്പൊ അവര് കൂടുതൽ അന്വേഷിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം പലയിടത്തുമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു വൈകാതെ മുഖാമുഖത്തിന് ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ മുസ്ലിയാരും കയറും, നിങ്ങൾ നോക്കിക്കോളി. അപ്പൊ ഏതായിരുന്നാലും ആ ഒരു ഇടങ്ങേറാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാർക്കുള്ളത്. എന്നിട്ട് ഇപ്പൊ അരിച്ചു പെറുക്ക. ഫറൂഖ് പേട്ടിൽ ഈ മുസ്ലിയാക്കന്മാർ വന്നത് എങ്ങനെ? ഒരു കോമ അവിടെ ഉണ്ട്, കോമ അപ്പുറത്തായിട്ടുണ്ട്, അതൊരു വലിയ പ്രശ്നം. അപ്പുറത്തിടേണ്ട കോമ ഇപ്പുറത്തായി, അതിലാണ് ഒരു ഒച്ചപ്പാട് ഉണ്ടാക്കാൻ നോക്കിയത്. എന്ന പോലെ ഇവിടെയും അതേപോലെ തന്നെയാണ്. വലൗ എന്നത് ഔ എന്നായിട്ടുണ്ട്, അതാണ് വലിയൊരു പ്രശ്നം. അതാണ് ഭയങ്കര. ബാക്കിയൊക്കെ ഉണ്ട്, ബാക്കി എല്ലാം അതിലുണ്ട്. ബാക്കി ആ വായിച്ചത് മുഴുവനും ഈ കിതാബിലുണ്ട്, ഓർക്കും നടക്കില്ല. അതുകൊണ്ട് ഇവിടെ എന്താണോ ഈ പുസ്തകത്തിൽ കൊടുത്തത്, ആ പുസ്തകത്തിൽ കൊടുത്ത ഇബാദത്ത് അങ്ങനെ തന്നെ കിതാബിലുണ്ട്. ഒരു വ്യത്യാസം എന്താ? വലൗ എന്ന സ്ഥാനത്ത് ഔ എന്നായിട്ടുണ്ട്. അയിമ കയറി പിടിച്ചിട്ടാ ഇപ്പൊ മൂപ്പര് ഈ ദിമ കൂടാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഏതായിരുന്നാലും ശരി, ആ വിഷയം ഇവിടെ പഠിക്കണമെന്നവർക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ തെളിവും കൂടി കൂട്ടി വായിക്കുക. ഇതൊന്നിപ്പോ ഈ കിതാബിനെ വിചാരിക്കാം, കാസാനി എന്നൊരു ഇമാം ലോകത്ത് ജീവിച്ചിട്ട് ഞാൻ വിചാരിക്കാം, ബദാഇഉ സനാഇ എന്ന കിതാബ് രചിക്കപ്പെട്ടിട്ട് ഞാൻ വിചാരിക്കാം. എന്നാലും നമുക്ക് തെളിവുണ്ടാകുക. എന്നാലുമാണ് തെളിവ്. ഇമാം കാസാനി എന്നൊരു കിതാബ് ഒരു പണ്ഡിതൻ തന്നെ ജീവിച്ചിട്ടില്ലെങ്കിലും ബദാഇഉ സനാഇ എന്ന കിതാബ് രചിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ശരി, ഖുത്ബയുടെ ഭാഷയുടെ വിഷയത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ അറബി അല്ലാത്ത ഭാഷയിലെ ഖുത്ബ ബിദ്അത്ത് എന്നത് ലോകത്ത് നിങ്ങളെപ്പോഴും പറഞ്ഞല്ലാതെ വേറെ ആധികാരികമായ ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടില്ല. അത് കാണിക്കാൻ കഴിയൂല, അത് കാണിക്കാനും കഴിയില്ല. ലോകത്തങ്ങൾ പണ്ഡിതൻ അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിക്കൽ ബിദ്അത്താകുന്നു എന്ന് രേഖപ്പെടുത്തിയ ഒരാളെ നിങ്ങൾക്ക് ഇല്ല, കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ നിങ്ങളെ വകാണ് വെച്ചിട്ട് നിങ്ങളെ ആശയം ഉണ്ടാക്കി പിന്നെ അതിന് വല്ലതും കിട്ടും തെരഞ്ഞു പിടിച്ചെടുക്കുന്ന ഏർപ്പാടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖുത്ബ യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. ഹബീബ് തങ്ങൾ നിർവഹിച്ച ഖുത്ബ കാനത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബതാനി യജ്ലിസു ബൈനഹുമാ യഖ്റഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്. നബി തങ്ങൾക്ക് രണ്ട് ഖുത്ബയാണ് ഉണ്ടായിരുന്നത്, നിന്നിട്ടാണ് നിർവഹിക്കുക, ഇടയിൽ നബി തങ്ങൾ ഇരിക്കുമായിരുന്നു. എന്നിട്ടോ ആ ഖുത്ബയിൽ ചെയ്ത പണി യഖ്റഉൽ ഖുർആൻ, നബി തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യും, വയുദക്കിറുൻ നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അത് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച വന്നാൽ ഒരു ഉത്ബോധനം കിട്ടിപ്പോകുന്നു. സമസ്തക്കാരുടെ പള്ളിയിൽ 50 കൊല്ലം ഖുത്ബ കേൾക്കാൻ പോയാലും ഖുത്ബ നടത്തിയ ഉസ്താദിനോ കേട്ട ആളുകൾക്കോ ഈ ഖുത്ബ കൊണ്ട് എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടി വന്നു എന്ന് പറയാൻ സാധിക്കുന്നുമില്ല. അഥവാ യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ് എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ നടപ്പാകുന്നില്ല. ആദ്യ ഭാഗമുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട് ശരിയാ, പക്ഷേ വയുദക്കിറുൻ നാസ്, ജനങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ അവിടെ നടക്കുന്നില്ല. 50 കൊല്ലം ഏട് നോക്കി ഖുത്ബ ഓതിയ ഖതീബും 51ാമത്തെ കൊല്ലത്തിലെ ഖുത്ബയും വേണം മൂപ്പർക്ക് നോക്കി വായിക്കാം. മൂപ്പർക്ക് ഇത് കാണാൻ പാടില്ല.
മൂപ്പയ്ക്ക് എന്താ അറിയില്ല. എന്നാ ഓരോ കൊല്ലം ഈ ഓതിന് വീണ്ടും 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 ആവർത്തിച്ചു വരിക, മാറ്റം പോലുമില്ല. 50 കൊല്ലം ഒരേ ഏട് നോക്കി മൂപ്പര് വായിച്ചിട്ടും മൂപ്പർക്ക് പിന്നെ ഏട് വേണം. ആ ഓദ്യ ഖത്തീബിനറിയോ എന്താ ഈ പറഞ്ഞത്? അതറിയുമായിരുന്നുവെങ്കിൽ ഈ നബാത്ത് ഖുത്ബ ഇതാണല്ലോ നാട്ടിൽ ഓതുന്നത്. AP സുന്ന ദേശം മാറ്റിയിട്ടുണ്ട്. AP സുന്നയാള് ഇത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ചെറിയ കൈക്കളിയാർത്തിയിട്ട് നെല്ലിക്കുത്ത് മുസ്ലിയാരെ ഖുത്ബയാക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട്. മുഖ്തസർ ഖുത്ബത്തുൻ നബാത്തിയ എന്ന പേരിലാണ് അവർ അത് പുറത്തിറക്കുന്നത്. EK സുന്നികളെ പള്ളിയിലൊക്കെ ഓതുന്ന ഏട് ഇതാണ്. ഈ ഏടിൽ നേരത്തെ സൂചിപ്പിച്ചു റബീഉൽ അവ്വലിൽ 5 വെള്ളിയാഴ്ച ഖുത്ബ പരാമർശിക്കുന്നു. ആ 5 ഖുത്ബകളിൽ ഒന്നിൽ പോലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട അരവരി പോലുമില്ല. അരവരി പോലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും ഈ ഖുത്ബയിലില്ല. ഇല്ലെന്ന് മാത്രമല്ല, റബീഉൽ അവ്വലിൽ 2ാമത്തെ വെള്ളിയാഴ്ച, ഇക്കഴിഞ്ഞ റബീഉൽ അവ്വൽ 11-ാം തീയതി, വെള്ളിയാഴ്ച മിമ്പറിൽ വെച്ച് നമ്മുടെ നാട്ടിലെ സമസ്ത പള്ളികളിലെ ഖതീബുമാർ ഓതിയ ഖുത്ബ, ആ ഖുത്ബയിൽ അദ്ദേഹം ചോദിച്ചത് അമാ തത്തഇദൂന ബിമസ്റഇ നബിയിക്കും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകന്റെ ആ വഫാത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്നാണ്. പ്രവാചകന്റെ വഫാത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ എന്ന് ചോദിക്കുക മാത്രമല്ല, എന്നിട്ട് ഹബീബിന്റെ വഫാത്ത് രംഗമെല്ലാം പറഞ്ഞു. എന്നിട്ട് പറയാ ഹസൻ ഹുസൈൻ കരഞ്ഞിട്ടുണ്ട്, ഫാത്തിമ ബിബി കരഞ്ഞിട്ടുണ്ട്, അതേപോലെ സ്വഹാബിമാർ കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മോട് ചോദിക്കുകയാണ് ആ ഹബീബിന്റെ പേരിൽ ഏത് വേദനയാണ്, വിഷമമാണ് വർദ്ധിക്കാതിരിക്കുക? അതേപോലെ ഏത് കണ്ണിനാണ് കരയാതിരിക്കാൻ കഴിയുക? ഇത് ഖുത്ബയിൽ 50 കൊല്ലമായി നമ്മളെ പള്ളിക്ക് മെമ്പറുമെന്ന് ഒരു ഉസ്താദ് 50 കൊല്ലം ആവർത്തിച്ചോദിയാലും ശരി, ഉസ്താദിന് ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല, കേട്ടോരും പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഹബീബിന്റെ ഖുത്ബ അതല്ല. യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, ഹബീബ് ഖുർആൻ ഓതും, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. അത് ഏത് ഭാഷയിലാണോ പറ്റുക ആ ഭാഷയിലാവാം, തമിഴാവാം, മലയാളമാവാം, കന്നഡയാവാം, ഇംഗ്ലീഷാവാം. ഇനി അതല്ല ഔ ഖതബ ബിൽ ഫാരിസിയ, പേർഷ്യൻ ഭാഷയിൽ ഖുത്ബ നടത്തിയാലും ശരി, അതും ജായിസ് തന്നെ, അനുവദനീയം തന്നെ. എങ്ങനെ? യജൂസു ബിൽ ഇജ്മാഅ്, അത് ഞങ്ങൾ ഈ വിതരണം ചെയ്ത വിജയിച്ച കക്ഷി എന്ന പുസ്തകത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് ഈ പുസ്തകം വിതരണം ചെയ്തിട്ടുണ്ട്, ഇനിയും വിതരണം ചെയ്യാനുമുണ്ട്. ഇൻഷാ അല്ലാഹ് കേരളത്തിലെ മൊത്തം മനുഷ്യരിലേക്ക് ഈ പുസ്തകം എത്തിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒന്നും തിരിയില്ലെങ്കിലും നല്ലോണം തിരിക്കാൻ പഠിച്ച ആളാണ്. നിങ്ങൾക്ക് 10 മിനിറ്റ് തന്നു, നിങ്ങൾ പറഞ്ഞു, പല ആള് പറഞ്ഞല്ലോ. ഞാൻ അടുത്ത കൊടുക്കി 10 മിനിറ്റ് ചോദിച്ചതെന്നു. അദ്ദേഹം 10 മിനിറ്റ് ചോദിച്ചു, ആ 10 മിനിറ്റ് കൊടുത്തു. ഇനി നിങ്ങൾ ചോദിക്കാൻ പാടില്ല. സഹോദരന്മാരെ, ഇവിടെ അദ്ദേഹം 10 മിനിറ്റ് അദ്ദേഹത്തിന് സമയം ചോദിച്ചു. ഇവിടെ അദ്ദേഹം 10 മിനിറ്റ് സമയം ചോദിച്ചു. ആരും ശബ്ദമുണ്ടാക്കാതെ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ കേട്ട് അദ്ദേഹത്തിന് സമയം കൊടുത്തു. ഇനി അടുത്ത ആൾ ചോദിക്കട്ടെ. അവിടെ ആ സലഫി പ്രവർത്തകന്മാരിരിക്കുക. അടുത്തത് ആർക്കാണ് ചോദിക്കാനുള്ളത്? അയാൾ വന്നിരിക്കേ. അയാൾ വന്നിരിക്കട്ടെ. ആർക്കാ ചോദിക്കാനുള്ളത്? അയാളല്ലാത്ത മറ്റൊരു ഉസ്താദ് ചോദിച്ചോട്ടെ. അയാള് 10 മിനിറ്റ് ചോദിച്ചിട്ട് 10 മിനിറ്റ് പൂർണ്ണമായിട്ട് ആരും ഇടപെടാതെ അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള അവസരം കൊടുത്തു. ഇവിടെ ഫൈസൽ മൗലവി സംസാരിക്കുമ്പോ ഉസ്താദുമാരുടെ സ്വഭാവവും പെരുമാറ്റവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നാസർ, ഞാൻ അമ്പലയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ കുല്ലു വിധേയത്തും വലാല വക്കുല്ല വലാലത്തും പിന്നാർന്നാണല്ലോ. എല്ലാ വിധേയത്തുകളും വഴികേടാണ്, എല്ലാ വഴികേടുകളും നരകത്തിലേക്കാണെന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ വിധേയത്ത് 2 വിധമുണ്ട്. പിന്നെ നല്ല വിധേയത്തും ചീത്ത വിധേയത്തും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നല്ല വിധേയത്ത് ഉണ്ടോ, അത് എന്താണെന്നുള്ളതാണ് അറിയാനുള്ളത്. അൽഹംദുലില്ലാ, വളരെ മാന്യമായി ആ സഹോദരൻ പഠിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണ്. വളരെ മാന്യമായി പഠിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യം. മുസ്ലിം നിങ്ങൾക്ക് അടുത്ത മുഖത്തിനും വരാം, നിങ്ങൾ എല്ലായിടത്തും വരുന്ന ആളല്ലേ, നിങ്ങൾ എല്ലാ മുഖത്തിനും വരുന്ന ആളല്ലേ, നിങ്ങൾ അടുത്തിനും വന്നോളി, നിങ്ങൾ ബേജാറാകണ്ട. ഞങ്ങൾ നിശ്ചയിച്ച 1 ഡസനോളം ഇനി ബാക്കിയുണ്ട്. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ശരി. അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ ബേജാറാകണ്ട. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിശ്ചയിച്ച മുഖാമുകൾ ഇനിയും എമ്പാടുമുണ്ട്. നിങ്ങൾ ഏതായാലും അതിനു വേണ്ടി ഇഹ്റാമിട്ട് നടക്കണല്ലോ, നിങ്ങൾ അവിടെ നാട്ടിൽ ചോദിച്ചോട്ടെ. അപ്പൊ അദ്ദേഹം ചോദിച്ചത് കുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ എന്നുണ്ടല്ലോ എന്നാണ്.
ആയിക്കോട്ടെ, ഓല് പെയ്ക്കോട്ടെ, നിങ്ങൾ വേജാണ് ആണ് പെയ്ക്കോട്ടെ. ഓർക്ക് ചോദ്യം ഇല്ലെങ്കിൽ ഓരാണ് പെയ്ക്കോട്ടെ, നിങ്ങൾ വേജാറാണ്. ഓല ഉദ്ദേശമായിരുന്നു. ശരി ആയിക്കോട്ടെ. നിങ്ങൾ സിംഗിളും പെയ്ക്കോളി, ഒക്കെ പെയ്ക്കോളി. നിങ്ങൾ ചോദ്യമില്ല, മുസ്ലിയാക്കന്മാരെ ചോദ്യം ഞങ്ങൾ പെയ്ക്കോളി. ശരി, നിങ്ങളെ തക്ബീർ തൊഴിലാളികളും കുട്ടികൾ തൽക്കാലം പെയ്ക്കോളി. ഇല്ല, ഒന്നുമില്ല, വിട്ടോളി. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ മാന്യമായി പഠിക്കാൻ വേണ്ടി ഒരു സഹോദരൻ ചോദിച്ചിരിക്കുന്നു. പഠിക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നു. എന്താ ചോദിച്ചത്? കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ഹദീസ് പ്രകാരമുള്ള അദ്ദേഹം ദീനിയായ കാഴ്ചപ്പാട് അറിയാൻ വേണ്ടി മാന്യമായി ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതാണ് സാധാരണക്കാർ ചോദിക്കുമ്പോഴും മുസ്ലിയാക്കന്മാർ ചോദിക്കുമ്പോൾ നമ്മുടെ വ്യത്യാസം. അല്ല, മറ്റവർക്ക് ദുരുദ്ദേശമുണ്ട്, സാധാരണക്കാരൻ അതില്ല. അതിനാൽ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ എല്ലാ ഖുതുബയിലും എല്ലാ പ്രസംഗത്തിലും ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ ഒന്നാണ് വശറൽ ഉമൂരി മുഹ്ദസാതുഹ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല എന്നുള്ളത്. സഹോദരന്മാർ, ഒരു മിനിറ്റ്. സഹോദരന്മാർ ശ്രദ്ധിക്കാം, മുജാഹിദീങ്ങൾ ശ്രദ്ധിക്കാം. മുസ്ലിയാക്കന്മാരെ ആവശ്യം നടക്കാതിരിക്കലാണ്. അതുകൊണ്ട് അത് നമ്മൾക്ക് വശംവരാകാൻ പാടില്ല. മുസ്ലിയാർ പോയിക്കോട്ടെ. സുഹൃത്തെ നൗഷാദ്, ഇല്ല, നിങ്ങൾ പോയിക്കോളി. നിങ്ങൾ ഫറൂഖ് മണിക്കൂർ ചോദിച്ചില്ലേ? ഫറൂഖ് പേട്ട് 1 മണിക്കൂർ തുള്ളിലങ്ങൾ ഈ ഇവിടെ വന്ന് എഴുതി കളക്കാനാണെങ്കിൽ അത് നടക്കൂല. നിങ്ങൾ വിട്ടോളി. അങ്ങനെ പോയിക്കോട്ടെ. എന്തിനാ അത് പോയിക്കോട്ടെ? എന്തിനാ കണക്കാക്കണേ? അയാൾക്ക് ആകതായ ഏർപ്പാട്, ഇതിന് ശമ്പളം പറ്റിയ അയാള് ഇത് കണക്ക് എഴുതി വൗച്ചർ എഴുതിയിട്ട് അവർ പൈസ വാങ്ങാൻ വേണ്ടി ഏർപ്പാടാ. ആകെ നിർത്തിക്കാളി. അതുകൊണ്ട് അയാൾ പോണേക്കാൾ പോയിക്കോട്ടെ. ശരി, എല്ലാവരും മുജാഹിദീങ്ങൾ ഇവിടെ മാന്യമായി വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വന്നവരുണ്ട്. വിഷയങ്ങൾ പഠിക്കണമെന്ന ആഗ്രഹത്തിൽ ചോദിക്കാമെന്ന സാധാരണക്കാർ വേണ്ടി അവർ ചോദിച്ചോട്ടെ. അതല്ലാതെ കോഴിക്കോട് നിന്ന് വണ്ടി എടുത്തിട്ട് ഇത് തുമ്പ് ജലാക്കാൻ വന്നവരാണെങ്കിൽ ഓർക്ക് ഓല വൈക്കും. ഇല്ല, ക്ഷണിക്കണ്ട. ഇല്ല, പിൻവലിച്ചു, എനിക്ക് ചോദ്യമില്ല. ഇല്ലാന്നായിക്കോട്ടെ, എനിക്ക് ചാൻസ് ഇല്ല, അത് പോയിക്കോ. ശരി. അപ്പൊ ഏതായിരുന്നാലും നിങ്ങളെ ക്ഷണിക്കല്ല, ഇവിടെ എന്താന്നില്ല. അപ്പൊ ഏതായിരുന്നാലും പിന്നെ ഇവിടെ ഈ സഹോദരൻ ചോദിച്ചത് ബിദ്അത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്ന ഹദീസുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നല്ല ബിദ്അത്ത് എന്നൊന്നുണ്ടാകുമോ എന്നതാണ് അദ്ദേഹത്തിന് ന്യായമായ സംശയം. നമ്മൾ പറഞ്ഞു ഇല്ല, അങ്ങനത്തെ ഒന്നില്ല. എല്ലാവരും ഇരിക്കുക. ഈ പ്രോഗ്രാം ഭംഗിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇരിക്കുക. എല്ലാവരും ഇരിക്കുക. അല്ലാത്തവരൊക്കെ അവർക്ക് പോകാം. ഈ പ്രോഗ്രാം ഭംഗിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇരിക്കുക. ശരി, എല്ലാവരും ഇരിക്കുക. നമ്മുടെ ഈ പ്രോഗ്രാം വളരെ വലിയ ലക്ഷ്യത്തിൽ നമ്മൾ സംഘടിപ്പിച്ചതാണ്. ബാക്കി ഇരുന്നോളി. ഓക്കെ, പോട്ടെ, എല്ലാം പോട്ടെ. ശരി, ബാക്കിയുള്ള അവരുമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ പരിപാടി തുടരുകയാണ്. ഈ പ്രോഗ്രാം ഭംഗിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇരിക്കും. എല്ലാ മുജാഹിദീങ്ങളും എല്ലാവരും ഇവിടെ ഇരിക്കും. ഈ പ്രോഗ്രാം ഭംഗിയായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും പറഞ്ഞിരിക്കും. ചില ആളുകൾക്ക് ഇത് നടക്കുന്നത് പ്രയാസമാണ്. ഇത്തരം പ്രോഗ്രാമുകൾ ഭംഗിയായി നടക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ചുറച്ചു വന്ന ചില ആളുകളുണ്ട്. നമ്മൾ അതിന് ഒരിക്കലും വശംവരാകൂടാ. അവിടുത്തെ കിബീറോ ബഹളങ്ങളോ മുദ്രാവാക്യോ എന്തോ ആയി പോകട്ടെ, നാട്ടുകാർ മനസ്സിലാക്കിക്കൊള്ളും. ശരി, ഇപ്പൊ ശാന്തായാലോ? കണ്ടങ്ങള് ഇത്ര ആവശ്യമുള്ളൂ. ആ ഒരു 5-8 പ്രശ്നമുള്ളൂ, ബാക്കി ആർക്കൊരു പ്രശ്നമില്ല. എത്ര മാന്യമായിട്ടാ ഈ സഹോദരന്മാർ ഇവിടെ ഇരിക്കണ ചോദിക്കാൻ വന്നൊരു ഈ നാട്ടുകാരായ സാധാരണക്കാർ ഇവിടെ ഉണ്ടല്ലോ, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ചില ആളുകൾക്ക് ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം വേദികളിൽ വന്ന് ഇതൊക്കെ ഒച്ചപ്പാടും ബഹളവുമാക്കി അതങ്ങനെ തിരിച്ചുവിടുക എന്നത് അവരുടെ ഒരു അജണ്ടയാണ്. ആ അജണ്ട നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. ശരി, ഇവിടെ ചോദിച്ച സഹോദരൻ പോയാ ശരി. അപ്പൊ അദ്ദേഹം ചോദിച്ചത് വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ് എന്ന് ഹദീസിൽ സാധാരണ പറയപ്പെടുന്നു.
നല്ല ബിദ്അത്ത് എന്ന ഒന്നുണ്ട് എന്നും പറയുന്നു. ഇത് എങ്ങനെയാണ് കൂടി യോജിക്കുക? അത് യോജിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മുസ്ലിം സമുദായത്തോട് പഠിപ്പിച്ചത് നല്ല ബിദ്അത്ത് എന്ന ഒന്നില്ല. ബിദ്അത്താണോ അതെല്ലാം ചീത്തയാണ്, നല്ലതാണോ അതൊരിക്കലും ബിദ്അത്തല്ല. നല്ലതാണോ അത് ബിദ്അത്തല്ല, ബിദ്അത്താണോ അത് നല്ലതുമല്ല. എന്തുകൊണ്ട്? എല്ലാ നല്ലതും പഠിപ്പിക്കാനാണ് അല്ലാഹു തആല റസൂലിനെ നിയോഗിച്ചത്. എല്ലാ നല്ലതും സ്വർഗത്തിലേക്ക് എത്തുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന ഏതൊക്കെ കാര്യമുണ്ടോ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന ഏതൊക്കെ കാര്യമുണ്ടോ ആ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനാണ് അല്ലാഹു തആല അവന്റെ റസൂലിനെ പറഞ്ഞയച്ചത്. ആ റസൂല് എല്ലാം പഠിപ്പിച്ചു. കൂലി കിട്ടുന്ന, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ആ റസൂല് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിനു ശേഷം, മതം പൂർത്തിയായതിനു ശേഷം ആ പൂർത്തിയായ മതത്തിലേക്ക് പിന്നീട് മതത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ അതാണ് ബിദ്അത്ത്. മതത്തിന്റെ ഭാഗമായി അതിലേക്ക് പിന്നെ കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ അതാണ് ബിദ്അത്ത്. ആ ബിദ്അത്തെല്ലാം വഴികേടാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ എല്ലാ ഖുതുബയിലും എല്ലാ പ്രസംഗത്തിലും പറയുമായിരുന്നു, വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും ദുഷിച്ചത് പുതുതായി കടന്നു വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കടന്നു വരുന്ന കാര്യങ്ങളെല്ലാം ബിദ്അത്തുകളാണ്. ആ ബിദ്അത്തുകളെല്ലാം വഴികേടാണ്, അതെല്ലാം നരകത്തിലേക്കുമാണ്. അതുകൊണ്ട് നല്ല ബിദ്അത്ത് എന്ന ഒന്ന് മതത്തിന്റെ ഭാഗമായി ഇല്ല. മതത്തിൽ നല്ല ബിദ്അത്തില്ല. ബിദ്അത്താണോ അതെല്ലാം വഴികേടാണ്, പിഴച്ചതാണ്, കുറ്റകരമാണ്, അത് നരകത്തിലേക്കുള്ള വഴിയുമാണ്. അത് നിസ്കാരമായാലും ശരി, നോമ്പാണെങ്കിലും ശരി, നബിദിനാഘോഷമാണെങ്കിലും ശരി, ദിക്ർ ദുആ ആണെങ്കിലും ശരി, അല്ലാഹുവിന്റെ റസൂൽ പൂർത്തിയാക്കിയ മതത്തിൽ അതിനു ശേഷം പിന്നെ ഒരാൾ കടത്തിക്കൂട്ടുന്നുവെങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണ്. നബി തങ്ങൾ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാര്യത്തിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മറ്റൊരു ഹദീസിൽ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമൽ ചെയ്താൽ ലൈസ അലൈഹി അംറുനാ, ആ അമലിന് നമ്മുടെ കൽപ്പന ഇല്ല, നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു അമൽ ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അതും തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നല്ല ബിദ്അത്ത് എന്ന ഒന്നില്ല. ബിദ്അത്ത് എല്ലാം മോശമാണ്, എല്ലാം വഴികേടാണ്. ആളുകൾ നല്ലതെന്ന് പറഞ്ഞാലും ശരി, മുസ്ലിയാക്കന്മാർ നല്ലത് എന്ന ഓമനപ്പേരിട്ട് കൊണ്ട് അതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം, അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ പേര് സൈദലവി. ഞാൻ ഗൂഡല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ താരതമ്യ പഠനവുമായി ബന്ധപ്പെട്ടൊരു ചെറിയ സംശയമാണ്. ബഹ്റൈനിൽ സിയാക്കൾ കൂടുതലുള്ളൊരു ഏരിയയാണ്. അപ്പോൾ തന്നെ അവരുടെ ബാങ്കിലെല്ലാം കേൾക്കാം അഷ്ഹദു അന്ന അലിയം വലിയുള്ള എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലിയിട്ട് അതിനുശേഷമാണ് അഷ്ഹദു അന്ന അലിയം വലിയുള്ള, അള്ളാഹുവിന്റെ വലിയാണ് അലി എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. ഈ പ്രഖ്യാപിച്ച ആളുകൾ പിന്നീട് യാ അലി, യാ ഹുസൈൻ, യാ ഫാത്തിമ എന്ന തരത്തിലെ വിളികളും, അതുപോലെ തന്നെ അവരുമായി കൂടുതൽ അടുത്തപ്പോൾ അവർ മക്ബറകൾ കെട്ടിപ്പൊക്കി അവിടെ പ്രത്യേകമായിട്ടുള്ള കർമ്മങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ മയ്യത്തെല്ലാം കൊണ്ടുപോകുമ്പോൾ വളരെ ഒച്ചത്തിൽ ദിക്റുകളെല്ലാം ചൊല്ലിക്കൊണ്ടുപോകുന്നു. അങ്ങനെ പല മൗലൂദ്, ഫാത്തിമാറുള്ളതിന്റെ പേരിലെ മൗലൂദ്, പിന്നെ റാത്തീബ്, ഇതെല്ലാം നേരിട്ട് കണ്ടുള്ള ഒരു മനുഷ്യനാണ്. കാരണം എല്ലാ ദിവസങ്ങളിലും അവർ ഈ വിഷയമായി പല ആചാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അത്രത്തോളം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന സിയായിസം എങ്ങനെ കേരള സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കേരള സംസ്ഥാനത്ത് വേരൂന്നി? ഇവിടെ നമ്മുടെ സഹോദരന്മാർ പറയാറുള്ളത്, ഞങ്ങൾ മാലിക് ദിനാറും റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ദീനാണ് ഞങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നതെന്ന്. എന്താണ് ഇതിന്റെ ഒരു വ്യത്യസ്തം? ഒരു പഠനാർഹമായിട്ടാണ് ചോദിച്ചത്. ആരെയും ഇതാക്കാനല്ല. ജസാകുമുല്ലാഹ് ഖൈർ. അൽഹംദുലില്ലാഹ്, വളരെ നല്ല, എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വിഷയമാണ് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. മാലിക് ദിനാറിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇസ്ലാം വന്നു എന്നാണ് നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുള്ളത്. അത് ഏത് വർഷമാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹിജ്റ 5 എന്നും അതല്ല ഹിജ്റ 200 എന്നുമൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസം കാണുന്നു. അല്ലാഹു അഅലം. ഏതായിരുന്നാലും മാലിക് ദിനാറും സംഘവും കേരളത്തിലേക്ക് ദീനുമായി എത്തി എന്നാണ് പൊതുവെ പറയപ്പെടാറുള്ള ഒരു അഭിപ്രായം. ഏതായിരുന്നാലും അദ്ദേഹം കൊണ്ടുവന്ന ഒരു ദീന് അത് ഷിയായിസമല്ല എന്ന കാര്യം തീർച്ചയാണ്. അദ്ദേഹം കൊണ്ടുവന്ന കാലത്ത് അങ്ങനത്തെ ഒരു കക്ഷി ലോകത്തറിയപ്പെട്ടിടത്തോളം ഇല്ലതാനും, പ്രത്യേകിച്ച് ഹിജ്റ 5 പിന്നീട് രാഷ്ട്രീയമായി ഉണ്ടായി വന്ന കക്ഷിയാണ് ഷിയാക്കൾ എന്നുള്ളത്. ഷിഅത്തു അലി എന്ന പേരിൽ, അലിയുടെ കക്ഷി എന്ന പേരിലാണ് അവർ സ്വയം പരിചയപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു അവർക്കെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അവർ സ്വയം പരിചയപ്പെടുത്തി ഞങ്ങൾ അലിയുടെ പാർട്ടിയാകുന്നു എന്ന് പരിചയപ്പെടുത്തി. അവർ പിന്നീട് 12 വിഭാഗങ്ങളായി അടിസ്ഥാനമായിട്ട് പിരിഞ്ഞിട്ടുണ്ട്.
അത് തന്നെ മറ്റ് ഉപവിഭാഗങ്ങളായും വേർപിരിഞ്ഞിട്ടുണ്ട്. അതിൽ അലി വലിയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അലിയായിരുന്നു ഖലീഫയാകേണ്ടിരുന്നത്, ഒന്നാം ഖലീഫ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അലിയായിരുന്നു നബി ആകേണ്ടിരുന്നത് വിശ്വസിക്കുന്നവരുണ്ട്. ഒരു പടി കൂടി കടന്നുകൊണ്ട് അലി ഇലാഹാണ് എന്ന് വരെ വിശ്വസിക്കുന്ന ടീമും അവരുണ്ട്. അപ്പൊ ഷിയായിസം ഇതാണ്: അലി വലിയാണെന്ന് പറയുന്നവർ, അലിയായിരുന്നു ഒന്നാം ഖലീഫ ആകേണ്ടിരുന്നവർ എന്ന് വാദിക്കുന്നവർ, അലിയാണ് നബി ആകേണ്ടുന്നത്. അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞ അലിനടുത്തേക്കാണ്. അലിയും മുഹമ്മദ് നബിയും ഒരേ സാമ്യത ഉള്ളത് കൊണ്ട് ജിബ്രീലിന് ആളുമാറി അത് അലിക്ക് കൊടുത്തു പോയതാണ്, അലി കൊടുക്കുന്ന സ്ഥാനത്ത് മുഹമ്മദിന് കൊടുത്തു പോയതാണ്, പിന്നെ കൊടുത്ത് കുടുങ്ങിയപ്പോ ഇനി ബാക്കി അവിടെ കിടന്നോട്ടെ എന്ന് അലിക്ക് കൊടുത്തതാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അലി ഇലാഹാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അലിയാണ് ഇനി വരാൻ പോകുന്ന മഹ്ദി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇടിവെട്ടുമ്പോൾ, മിന്നലെറിയുമ്പോൾ ഷിയാക്കൾ പ്രത്യേകമായി അലിയോട് പ്രാർത്ഥിക്കലുണ്ട്. കാരണം ഇടിയൊക്കെ അലി ആകാശത്തിരുന്നിട്ട് ചുമക്കുകയാണ് എന്നുവരെ അവർ വിശ്വസിക്കുന്നു. ഏതായിരുന്നാലും ആ ഷിയായിസം ലോകത്ത് പിന്നീട് സൂഫികൾ ഏറ്റെടുത്തു. ഷിയായിസത്തെ സൂഫികൾ ഏറ്റെടുത്തു. സൂഫിസം എന്നത് ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ആത്മാർത്ഥമായി തുടങ്ങിയ ഒരു ഭക്തി പ്രസ്ഥാനമാണ്. പക്ഷെ അത് പിന്നീട് റൂട്ട് മാറുകയും അത് മറ്റു തലത്തിലേക്ക് വഴിമാറിപ്പോവുകയും ഷിയായിസവും സൂഫിസവും കൂടെ ഒന്നായി തീരുകയും ചെയ്തതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ആ സൂഫിസം നമ്മുടെ നാട്ടിലേക്ക് വന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം. ആ കാലഘട്ടങ്ങളിൽ അതില്ല. മാലിക് ദിനാന്റെ കാലം കഴിഞ്ഞ് പിന്നീടുള്ള ദീർഘമായ നൂറ്റാണ്ടുകൾ കേരള ചരിത്രത്തിൽ പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല. അന്ന് മുതൽ മാലിക് ദിനാ സംഘം വന്നത് മുതൽ ഇങ്ങോട്ടുള്ള ഒരു 800-900 കൊല്ലം യഥാർത്ഥത്തിൽ കേരള ചരിത്രം ബ്ലാങ്കായി നമ്മൾ കാണുന്നു. കേരള മുസ്ലിം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് സുന്നികളും മുജാഹിദീങ്ങളും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാവരും. ആ കേരള മുസ്ലിം ചരിത്രം വായിച്ചാൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാലിക് ദിനാന്റെ കാലത്ത് ഇസ്ലാം വന്നത് പറയും, ചേരമാൻ പെരുമാളിനെ പറ്റി പറയും. അത് കഴിഞ്ഞാൽ നേരെ ചാടുന്നത് പിന്നെ ഉമർ ഖാദി, അമ്രന്തങ്ങള്, സയ്യിദി മഖ്ദൂം, ഇങ്ങനെ തുടങ്ങി ഇങ്ങോട്ടാണ് പിന്നെ വരുന്നത്. സയ്യിദി മഖ്ദൂമാണ് അതിൽ പിന്നെ വരുന്നത്. കണ്ണി അദ്ദേഹം വന്നിട്ട് 400 കൊല്ലമേ ആയുള്ളൂ. അതിനിടക്കുള്ള 1000 കൊല്ലം ഏകദേശം കേരള മുസ്ലിം ചരിത്രം ബ്ലാങ്ക് ആയി കിടക്കുന്നു. അറക്കൽ രാജാക്കന്മാരെ പറ്റിയുള്ള ചില പരാമർശങ്ങൾ ഒഴിച്ചാൽ അതിനപ്പുറത്ത് ദീനിയായ വിഷയങ്ങളിൽ ഒരു ലിങ്ക് നമുക്ക് അവിടെ ലഭ്യമാകുന്നില്ല, അറിഞ്ഞിടത്തോളം അന്വേഷിച്ചിടത്തോളം. ഈ സയ്യിദി മഖ്ദൂം ഇവിടെ വന്നപ്പോൾ അദ്ദേഹം വന്നത് അശ്അരി അഖീദയുമായും ഷാഫി ഫിഖ്ഹുമായിട്ടുമാണ്. അദ്ദേഹം യമനിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നത് മദ്ഹബ് ഷാഫി മദ്ഹബ്, അഖീദയിൽ അശ്അരി അഖീദ, സൂഫി ചിന്താഗതിയും. അതാണ് സയ്യിദി മഖ്ദൂം കൊണ്ടുവന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് പിന്നീട് കേരളത്തിൽ ഒരു ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ വ്യാപനം നമ്മൾ കാണുന്നത്. മാലിക് ദിനാ സംഘം വന്നു, ഒരു 10 പള്ളി ഉണ്ടാക്കി, അത് അവിടെ അങ്ങനെ അവസാനിക്കുന്നു. ആ 10 പള്ളി കഴിഞ്ഞാൽ പിന്നെ പഴക്കമുള്ള പള്ളി അന്വേഷിച്ചാൽ പൊന്നാനി പള്ളിയാണ് കാണുക. കൊടുങ്ങല്ലൂർ പള്ളി, മാടായി പള്ളി, കാസർഗോഡ് തളങ്കര പള്ളി അടക്കമുള്ള ആ 10 പള്ളികൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന ഏറ്റവും പഴക്കമുള്ള പള്ളി പൊന്നാനി പള്ളിയാണ്. അതിനിടയ്ക്കുള്ള 1000 കൊല്ലം യഥാർത്ഥത്തിൽ ഇവിടെ ആ നിലക്കുള്ള അധ്യാപനം നിർവഹിക്കാൻ പറ്റിയ പണ്ഡിതന്മാരോ അത്തരം പരിഷ്കർത്താക്കളോ ആ ദൈവത്തെ ഏറ്റെടുത്ത മഹാന്മാരായ നേതാക്കന്മാരോ നമ്മുടെ നാടുകളിൽ അധികമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ആ ജീവനറ്റ് കിടക്കുന്ന നാട്ടിലേക്ക് സയ്യിദി മഖ്ദൂമിന്റെ വരവുണ്ടാകുന്നു. അദ്ദേഹം വന്നപ്പോൾ ഷാഫി മദ്ഹബ് കൊണ്ടുവന്നു, അതേപോലെ സൂഫിസം കൊണ്ടുവന്നു, അശ്അരി അഖീദ കൊണ്ടുവന്നു. അദ്ദേഹത്തിൽ നിന്ന് മതം പഠിച്ചവരാണ് പിന്നുണ്ടായ ബാക്കിയെല്ലാം ഇവിടെ. അതുകൊണ്ട് സ്വാഭാവികമായി കേരള മണ്ണിൽ ഷാഫി മദ്ഹബ് ഉണ്ടായി, അശ്അരി അഖീദയുണ്ടായി, അതേപോലെ സൂഫി ചിന്താഗതിക്കും ഇവിടെ കൂടുതൽ വേരോട്ടമുണ്ടായി. അതിനിടയിൽ കുണ്ടോട്ടിയിൽ ചില തങ്ങന്മാര് വന്നു. കുണ്ടോട്ടി തങ്ങന്മാർ എന്ന പേരിൽ മുഹമ്മദ് ഷാ എന്ന പേരിൽ ഒരു തങ്ങള്, അയാൾ യഥാർത്ഥത്തിൽ ശുദ്ധ ഷിയയായിരുന്നു. ശുദ്ധ ഷിയ ചിന്താഗതിയുള്ള ഒരു തങ്ങൾ കുണ്ടോട്ടിൽ വരികയും അവർ ഒരു ത്വരീഖത്ത് സ്ഥാപിക്കുകയും അതിന്റെ പേരിൽ കുറച്ച് ആളുകൾ സംഘടിതരാവുകയും കുണ്ടോട്ടിയിൽ അങ്ങനെ ഒരു പള്ളി ഉണ്ടാവുകയും പിന്നീട് ജാറകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അത് അക്കാലത്ത് സയ്യിദി മഖ്ദൂമിന്റെ കാലഘട്ടത്തിലാണ്. അന്ന് മുസ്ലിമീങ്ങൾ 2 ആയി നിന്നു. ഒന്ന് പൊന്നാനിക്കൈ, മറ്റൊന്ന് കുണ്ടോട്ടിക്കൈ എന്ന പേരിൽ മുസ്ലിമീങ്ങൾ 2 ആയി നിന്നു. അന്ന് കുണ്ടോട്ടി കൈക്കാല പക്കലാണ് ഈ പറയപ്പെട്ട ജാറങ്ങളും ത്വരീഖത്തുകളും ആ വക എല്ലാം പൂർവാധികം ശക്തിയായിട്ടുള്ളത്. അന്ന് പൊന്നാനി കൈക്കാർ ഒരു പരിധി വരെ അതിലൂടെ പല വിഷയത്തിലും വിയോജിപ്പുള്ളവരായിരുന്നു. എന്നാൽ കാലക്രമേണ അത് രണ്ടും ഒന്നായി മാറി, രണ്ടും കൂടെ ലയിച്ച് സംഘടനമായി മാറി ഒറ്റൊന്നായി തീരുകയും പൊന്നാനി കൈ കുണ്ടോട്ടി കൈ എന്ന 2 കൈകൾ ഇല്ലാതായി രണ്ടും ഒന്നായി മാറി. അത് സുന്നത്തമായത്താണ്,
എന്ന് അവകാശവാദം ഉന്നയിക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാടുകളിൽ ജാറങ്ങൾ ഉണ്ടായത്, നമ്മുടെ നാടുകളിൽ ഈ വക പാട്ടും പെയ്ത്തും ഉണ്ടായത്, നമ്മുടെ നാടുകളിൽ ഈ മൗലിദും റാത്തീബും കുത്തുബിയത്തും എല്ലാം കടന്നു വന്നത്. അല്ലാതെ മാലിക്കിനാണ് കാലം മുതൽ ഇങ്ങനെ തുറന്നു വന്ന കുത്തുബിയത്തോ റാത്തീബോ ഹദ്ദാദോ മങ്കൂസ് മൗലിദോ നബിദിനാഘോഷമോ അതേപോലെ നാരിയാസുലാത്തോ ബുർദബെയ്ത്തോ ആ വക ഒരു സംഗതികളും മാലിക്കിനാണ് കാലം മുതൽ അങ്ങനെ താവഴിയായി കടന്നു വന്നതല്ല. സയ്യിദി മഖ്ദൂമിന്റെ വരവോടുകൂടി അതിന് തുടക്കമായി, അതിന് കുണ്ടോട്ടി തങ്ങന്മാരുടെ വരവ് ആക്കം കൂട്ടി. അന്ന് അവരെ എതിർത്തെങ്കിലും രണ്ടും കൂടെ ഒന്നായി മാറി അത് സുന്നത്തമായത്തിന് ആദർശമായി പ്രചരിപ്പിച്ചു എന്നതാണ് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അറിഞ്ഞിടത്തോളം, അന്വേഷിച്ചിടത്തോളം, വായിച്ചിടത്തോളം അങ്ങനെ കിട്ടിയത് അല്ലാഹു അഅലം. ഞാൻ ഒരുപാട് കാലമായി പല പള്ളിയിലും ജുമാക്കായിട്ടും നിസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ട്. സൗദിയിലും ഒരു 8-10-12 വർഷം സൗദിയിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇവിടെ കേരളത്തിൽ വന്നപ്പോഴും കുറേ മലയാളത്തിൽ കുത്തുബോധന കേട്ടിട്ടുണ്ട്, കുറേ അറബിയിൽ കേട്ടിട്ടുണ്ട്. നിസ്കാരം മുഴുവൻ അറബിയിൽ കേട്ടിട്ടുള്ളൂ. നിസ്കാരം ഒറ്റൊന്നും അറബിയിലല്ലാതെ മലയാളത്തിലൊരു നിസ്കാരം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ ഈ കുത്തുബിയും കൂടി മലയാളം ആയ സ്ഥിതിക്ക് നിസ്കാരം കൂടി അറബിയിലായ ഒരു സാഹചര്യം വന്നെങ്കിൽ എന്നെ പോലത്തെ വിഡ്ഢികളായ മനുഷ്യന്മാർക്ക് കുറച്ചുകൂടി അറിവ് കിട്ടുമായിരുന്നല്ലോ എന്നൊരു സംശയമുണ്ട്. എന്താണ് അതിന്റെ തെളിവ്? ശരി, അതിലുള്ള അടിസ്ഥാന വ്യത്യാസം, നമസ്കാരം നമ്മളും റബ്ബും തമ്മിലുള്ളതാണ്. ഖുത്ബ ജനങ്ങളോടാണ്. നമസ്കാരത്തിൽ പടിഞ്ഞാറോട്ട് തിരിയുന്നു, ഖുത്ബയിൽ ഖതീബ് കിഴക്കോട്ട് തിരിയുന്നു. ഖതീബ് ഒരിക്കലും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടല്ല ഖുത്ബ വഹിക്കുക, കിഴക്കോട്ട് തിരിഞ്ഞ് ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. നമസ്കാരം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് റഹ്മാനായ റബ്ബിനോടുള്ള സംഭാഷണമാണ് നമസ്കാരം. അതുകൊണ്ട് അതിൽ എന്തു പറയണം, എങ്ങനെ പറയണം, അത് റബ്ബ് വാചകമടക്കം പഠിപ്പിച്ചെന്നു. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്നാണ്. അത് മാത്രമേ പറയാൻ പറ്റൂ. അർ-റഹ്മാനു അക്ബർ എന്ന് പോലും പറയാൻ പറ്റൂല. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് അർ-റഹ്മാനു അക്ബർ എന്ന് പോലും മാറ്റാൻ നമുക്ക് അവകാശമില്ല. അറബിയിൽ തന്നെ മാറ്റാൻ അധികാരമില്ല, പിന്നല്ലേ ഭാഷ മാറ്റല്. അറബിയിൽ തന്നെയും പദം മാറ്റാൻ നമുക്ക് അനുവാദമില്ല. എവിടെ ഏത് ദിക്ർ ചെല്ലണം, റുക്കൂയിൽ എന്തു വേണം, സുജൂദിൽ എന്തു വേണം, അത്തഹിയാത്തിൽ എന്തു വേണം, നൃത്തത്തിൽ എന്തു വേണം, ആദ്യം ഏത് ഓതണം, പിന്നെ ഏത് ഓതണം, എല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമസ്കാരം ഖുത്ബയും തുല്യപ്പെടുന്നത് ശരിയല്ല. ഖുത്ബ എന്നുള്ളത് ജനങ്ങൾക്ക് അഭിമുഖമായി നിന്ന് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കലാണ് ഖുത്ബ. ജനങ്ങളെ പഠിപ്പിക്കലാണ് ഖുത്ബ. അതുകൊണ്ടാണ് മിമ്പറിൽ കയറി ജനങ്ങളെ നേരെ തിരിഞ്ഞ് സലാം ചൊല്ലി അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്, ഞാനും നിങ്ങളുമൊക്കെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നിതാ വസിയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. എന്നിട്ട് ആ ജനങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അത് ഒരിക്കലും ഒരു വെള്ളിയാഴ്ച ഓതിയ ഖുത്ബ അങ്ങനെ തന്നെ കാണാപ്പാടം പഠിച്ച അടുത്ത ആഴ്ച ഓതുകയല്ല. അള്ളാഹു റസൂൽ ഓതിയ ഖുത്ബ അത് എഴുതി കൊണ്ടുവന്നിട്ട് അത് അങ്ങനെ തന്നെ വായിക്കുകയല്ല. അള്ളാഹു റസൂലിന്റെ ഖുത്ബയും അങ്ങനെ തന്നെയാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഒന്നല്ല, സന്ദർഭോചിതമായി സാഹചര്യത്തിനനുസരിച്ച് ഓരോ വെള്ളിയാഴ്ച എന്താണോ ആവശ്യം അതാണ് അവർ പറയുന്നത്. സ്വഹാബിമാരുടെ ഖുത്ബയും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇടയ്ക്കൊരു കാര്യം, ഒരു വണ്ടി മാറ്റി കൊടുക്കണം. KL 55-10-76 അള്ളാഹുവിന്റെ റസൂലിന്റെ ഖുത്ബയും സ്വഹാബിമാരുടെ ഖുത്ബയും അങ്ങനെ തന്നെയാണ്. ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ നിർവഹിക്കുന്നു. മിമ്പറിൽ വെച്ച് ഖുത്ബ നിർവഹിക്കുമ്പോൾ ഒരാൾ പള്ളിയിൽ കയറി വരുന്നു. അദ്ദേഹം തഹയ്യത്ത് നിസ്കരിക്കാതെ അവിടെ ഇരിക്കുന്നു. അപ്പൊ പള്ളിയിൽ കയറിയ 2 റക്അത്ത് സുന്നത്തുണ്ട്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, പേരെടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, അസ്വല്ലൈത്, താങ്കൾ നിസ്കരിച്ചുവോ? അദ്ദേഹം പറഞ്ഞു ഇല്ല. പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ ഖും ഫർക റക്അതൈൻ വതജവ്വസ് ഫീഹിമാ, താങ്കൾ എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കുക, പരമാവധി ചുരുക്കി നിസ്കരിക്കുക. ഇത് നബിയുടെ ഖുത്ബയിൽ ഉണ്ടായ സംഭവമാണ്. ഇമാം ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ പ്രവാചകന്റെ സ്വഹാബി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അന്ന് അദ്ദേഹമാണ് ഖതീബ്. അദ്ദേഹം ഖുത്ബ നിർവഹിക്കുമ്പോൾ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ഖുത്ബ നടക്കുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ഖതീബ് മിമ്പറിൽ ചോദിക്കുന്നു, അയ്യത സഅത്തിൻ ഹാദിഹി, ഈ സമയത്താണോ നിങ്ങൾ ജുമുഅയ്ക്ക് വരുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്പം ജോലി തിരക്കുണ്ടായിരുന്നു. അതിനിടെ ബാങ്ക് കേട്ടപ്പോൾ മറ്റൊന്നിനും നിൽക്കാതെ പെട്ടെന്ന് ഉളൂ ചെയ്തു, ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഉമർ ഖത്താബ് ഖതീബായ ഉമർ ഖത്താബ് മിമ്പറിൽ ചോദിക്കുകയാണ്, ഫൽ വുളൂ അയ്ളാ, വുളൂ മാത്രമാണോ നിങ്ങൾ ചെയ്തത്? താങ്കൾക്കറിയില്ലേ, നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മൻ അതൽ ജുമുഅത ഫൽയഗ്തസിൽ, ജുമുഅയ്ക്ക് വരുന്നുവെങ്കിൽ അവൻ കുളിക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്തിട്ടില്ല അല്ലേ? മിമ്പർ മുന്നിൽ ചോദിക്കുന്നു, പറയുന്നു. എന്നാൽ നിസ്കാരത്തിൽ ഒരാൾ ചോദിക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല.
നമസ്കാരത്തിൽ ഒരാൾ അടുത്ത് വന്ന് നിന്നാൽ പോലും അയാൾ ഒന്നും ചോദിക്കാൻ പറ്റില്ല, ഒന്നും അയാളുമായി സംഭാഷണം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് നമസ്കാരവും ഖുത്ബയും ഒരിക്കലും ഒരുപോലെ തുല്യപ്പെടുത്താവതല്ല. ഒന്ന് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. മറ്റത് ആളുകളിലേക്ക് തിരിഞ്ഞു നിന്ന് അവരോട് സലാം ചൊല്ലി അവർ സലാം മടക്കി യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ എന്ന് വിളിച്ച് അവർക്ക് മതം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് നിസ്കാരം മലയാളത്തിലാക്കാൻ പറ്റില്ല. എന്നാൽ ഖുത്ബ നേരത്തെ നമ്മൾ വിശദീകരിച്ച പോലെ ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. അത് എങ്ങനെയാണോ നടക്കുക അങ്ങനെ നടക്കണം. അത് അറബി ചൊല്ലിയാൽ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും വളരെ ഉഷാറായി മനസ്സിലാകുമെന്നാണോ? അറബി മതി. അതല്ല, അറബിയിൽ നേരത്തെ പറഞ്ഞപ്പോൾ 50 കൊല്ലം നടത്തിയാലും ഓതുന്ന ഖതീബിന് നടക്കാൻ മനസ്സിലാവില്ല എന്നാണോ? എങ്കിൽ പിന്നെ ഏതാണോ അതിന് ഏറ്റവും അനുയോജ്യമായത് അതാണ് സ്വീകരിക്കുന്നത്. ഭാഷയുടെ വിഷയത്തിൽ ഇവിടെ കടുംപിടുത്തമില്ല. നിസ്കാരത്തിലല്ല, ഭാഷ മാത്രമല്ല, ചൊല്ലേണ്ട പദങ്ങൾ പോലും ആ പഠിപ്പിച്ചതേ പറ്റൂ. അറബിയിൽ തന്നെയും ഒരു വാക്ക് പോലും മാറ്റി വേറൊരു വാക്ക് സ്ഥാപിക്കാൻ നമുക്കവിടെ അനുവാദമില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, ബോധ്യപ്പെട്ടല്ലോ? അൽഹംദുലില്ലാഹ്.